50,000 പ്ലസ് വണ്ണ് പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവൻ പഠിത്തത്തിൽ കുഴപ്പമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഇത്രയും പൈസ ഉണ്ടാക്കുന്ന പയ്യൻ നിനക്ക് നല്ലതായിട്ട് പഠിച്ചാലേ ജോലി കിട്ടുമോ ശമ്പളം കിട്ടുമെന്ന് അവനോട് പറയാൻ പറ്റത്തില്ല. കാരണം പ്ലസ് വണ്ണ് പഠിക്കുന്ന പയ്യൻ 50,000 മാസം ട്രേഡ് ചെയ്തുണ്ടാക്കുമല്ലോ. സക്സസ്സിൽ എല്ലാവർക്കും കൂടെ നിൽക്കാൻ ഇഷ്ടമാണ്, സക്സസ്സിൽ എല്ലാവർക്കും സ്നേഹിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സ്ട്രഗിളിൽ, എക്സ്ട്രീം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ട്രഗിൾ കൂടെ ഏറ്റവും സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ മാത്രമല്ല, രണ്ടുപേരും സ്ട്രഗിളിൽ അനുഭവിക്കുമ്പോൾ എപ്പോഴും ആ സ്ട്രഗിൾ നിൽക്കുന്ന ആൾ നിൽക്കണമെന്നില്ല, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരോട് അങ്ങനത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ നിർത്തുക. ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല, വളരെ ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് 3 ബ്രേക്കപ്പ് കണ്ടുണ്ടായി. ഇഫ് യു ക്യാൻ കൺവിൻസ് എ വുമൻ യു ക്യാൻ കൺവിൻസ് എ ക്ലയന്റ്. ഇതായിട്ടുള്ള സംഭവമാണ്. കാരണം ഞാൻ വൈഡിഗ്രി ജോയിൻ ചെയ്തു, എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ സാധനങ്ങൾ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ബിസിനസ് സൈഡിൽ ഇപ്പം നിങ്ങൾ 3 പേരോടെ ചേർന്ന് ഒരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഹോക്സ്വേ ഇൻ്റർനാഷണൽ ചെയ്തു തരും. ദാറ്റ്സ് മൈ കമ്പനി. ഓക്കെ, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും വൈഡിഗ്രി ഇത് ചെയ്യും. അത് ഓപ്പറേഷൻ സാധനങ്ങളായിക്കോട്ടെ, മാർക്കറ്റിംഗ് സൈഡ് ആയിക്കോട്ടെ, ഫണ്ടിങ് സൈഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഐഡിയ എത്രത്തോളമാണ്, നിങ്ങളുടെ എത്രത്തോളം വർക്ക് എത്തിക്കൊണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും വൈഡിഗ്രിയും ഹോക്സ്വേയും കൂടെ ചെയ്തു തന്നിരിക്കും. ഇല്ല, ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ ഒരു സാധനം ഫ്രീഡം ആയിട്ട് നാളത്തേക്ക് എന്നുള്ള സംഭവം, ഇപ്പം ഞാൻ ഇത് സ്പെൻഡ് ചെയ്താൽ നാളെ ഞാൻ ഇത് എന്ത് ചെയ്യും എന്നുള്ള സംഭവം ചിന്തിക്കാതെ ചെയ്യുന്നതാണ് ആക്ച്വലി അവരെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പം അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും എത്താൻ വേണ്ടി ആൾക്കാർ വർക്ക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈയിടെ അമ്മയോട് അമ്മ ഞാൻ ബോഡി ബിൽഡിങ് ഇറങ്ങാൻ പോവാണ്. ഈയിടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. അപ്പോഴും റിബല കരഞ്ഞിട്ടുള്ളിടത്തെല്ലാം പോയി നെഞ്ചു പിരിച്ച് നിൽക്കാൻ പറ്റണം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നരകിച്ച ഒരു സ്ഥലം എൻ്റെ കോളേജാണ്. ലിറ്ററലി ബിക്കോസ് എനിക്ക് എല്ലാ കഥയും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മറ്റേ ഒരാധത്തിനുള്ള അനാവശ്യ മോട്ടിവേഷനാണ്. ലൈക്ക് മൈ കോളേജ് വാസ് ലൈക്ക് മൈ റോക്കീസ് KGF ഈ ഗെയിമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനോട് ഇറങ്ങാനേ നേരം ഉണ്ടാകണം. ഭയങ്കര ശല്യമാണെന്നേ, ഭയങ്കര ടോർച്ചർ ചെയ്യും നമ്മൾ. മറ്റേ പ്രശ്നം, ഇടിയുണ്ടാക്കിയ പ്രശ്നം, ക്ലാസ്സിൽ കയറിയില്ലേ പ്രശ്നം, അറ്റൻഡൻസ് ഷോർട്ടേജ് ആയ അവർ അറ്റൻഡൻസ് വെറുതെ ഇട്ട് തരത്തില്ല, അസൈൻമെന്റ് വെച്ച് തരത്തില്ല, ഇന്റർവ്യൂ തരത്തില്ല, എന്തൊക്കെ നിയമങ്ങളാണ്. CEO Vaidegree. We are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി. സോ ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും മെസ്സേജസും എല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ആണ്. അപ്പം നിങ്ങളെല്ലാ സ്റ്റുഡൻസിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവർ ചോദ്യങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും. ട്രേഡിങ് എന്താണ്, ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, ഇവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തൊക്കെ സൊല്യൂഷൻ കിട്ടി, ഇനി എന്തൊക്കെ സൊല്യൂഷൻ കിട്ടാനുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് ഇതുപോലെ കൂടുതൽ പോഡ്കാസ്റ്റ് കണ്ടൻറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ കൂടെ ഉള്ളത് ജയസൂര്യ, നിബ്രാസ്, അരുൺ. ഓക്കെ, ലെറ്റ്സ് ഗോ ബോയ്സ്. അപ്പം ആക്ച്വലി ഞാൻ വൈഡിഗ്രി വന്നൊരു ജേർണി തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങാം. ആക്ച്വലി ഞാൻ 12th കഴിഞ്ഞ് ഇരുന്നൊരു ഫ്രീ ആയിട്ട് ഇരുന്ന ടൈമിലാണ് ഞാൻ വേറെ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോയി. അപ്പം നീ ഡീറ്റെയിൽ ആയിട്ട് പറ. അതിന് മുന്നേ നീ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പോലെന്ന് പറഞ്ഞല്ലേ? അത് അത്ര ആയിട്ടില്ല. ഓക്കെ, +2 കഴിഞ്ഞിട്ട് ഞാൻ വേറെ കോഴ്സ് പഠിച്ച് പുറത്തോട്ട് പോകാനുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങുമായിരുന്നു. അപ്പം അതിലെനിക്ക് ആദ്യമേ കുറച്ച് താല്പര്യം ഉണ്ടായി. കാരണം എല്ലാവരും ഇപ്പം മെയിൻലി ജർമ്മൻ ലാംഗ്വേജാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ ടൈമിൽ എല്ലാവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു, പുറത്ത് ഫ്രീ എഡ്യൂക്കേഷൻ, നേഴ്സിംഗ്, അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കാം. ഫ്രീ എഡ്യൂക്കേഷനാണ് മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മനിലോട്ട് പാസ്സാനെ അവർ റൂൾസൊക്കെ മാറ്റാൻ പോയിനി. കാരണം ആൾക്കാരെ കൊണ്ട് അവർക്ക് മതിയായി. മാത്രമല്ല ഞാൻ +2 ഇറങ്ങുന്ന ടൈം വരെ ചവറ് കണക്കിന് ആൾക്കാർ, ഇപ്പോൾ ലൈക്ക് ഒരു ഹൈദരാബാദൊക്കെ ഇപ്പോൾ എക്സാം ചെയ്യുന്ന ആൾക്കാർ ചവറ് കണക്കിന് ആൾക്കാർ കയറ്റി വിടുമായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞൊരു സമയം തൊട്ട് വൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഡിമാൻഡ് കയറി, അവർ റൂൾസ് മാറ്റി, എക്സാംസിൻ്റെ വാല്യുവേഷൻ ടൈറ്റാക്കി. മാത്രമല്ല ഞാൻ ഫസ്റ്റ് കയറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു നമുക്ക് നല്ലൊരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ പ്രോപ്പറായിട്ട് ക്ലാസ്സസ് ഒന്നും പ്രോപ്പറായിട്ട് പോയില്ല. ആക്ച്വലി ഒരു 8 months കൊണ്ട് തീരേണ്ട കോഴ്സിൽ ഞാൻ 2nd ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ലാഗ് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ചേട്ടൻ്റെ കൂടെ ഒന്ന് ദുബായിലൂടെ പോയിട്ട് വന്നായിരുന്നു. പക്ഷേ ആ ടൈമിൽ ആ ഒരു ദുബായി പോയിട്ട് വന്നപ്പം എനിക്ക് കിട്ടിയ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പം
ആക്ച്വലി ഇപ്പോൾ പല ആൾക്കാരും ദുബായിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അതൊരു കാണാൻ പറ്റുമെന്നുള്ളൊരു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷേ ആ ടൈമിൽ എൻ്റെ ബ്രദർ എന്നെ അങ്ങനെ കൊണ്ടുപോയി വിസിറ്റിംഗ് വിസയിൽ പോയി. ഞങ്ങളിപ്പോൾ ഒരു 1 വീക്ക് 2 വീക്സോളം ഞങ്ങളവിടെ നിന്നു. അപ്പം അത്രയും ദിവസം നിന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ആക്ച്വലി അവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓഫീസിൽ പോയി അവിടുത്തെ കുറേ എംപ്ലോയീസായിട്ട് സംസാരിച്ചു. അപ്പം ദുബായിലൊരു 3 ലെവൽസ് ഓഫ് ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, ലക്ഷറി ഉണ്ട്, ഒരു മിഡിൽ ലൈഫ് ഉണ്ട്, ഏറ്റവും ബേസ് ഉണ്ട്. അപ്പം ആ ഒരു ലക്ഷറി സ്റ്റൈലും ഒരു സെക്കൻഡ് ലെവൽ വരെ ഞാൻ കണ്ടു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള താഴേക്കുള്ള ലെവലിൽ കണ്ടില്ല. അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ വന്ന ടൈം എന്ന് വെച്ചാൽ നിൻ്റെ ലക്കുള്ള ടൈമാണ്. കാരണം ഇവിടെ തുടക്കത്തിൽ ദുബായ് വരുന്ന ആൾക്കാരും ഈ ഒരു ലൈഫ് സ്റ്റൈലിലല്ല വരുന്നത്. ഓക്കെ, അവർ വന്നിട്ട് ഏറ്റവും ചെറിയൊരു ഇതിൽ ലൈക്ക് ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് ആ ഒരു ലൈഫ് സ്റ്റൈലിലാണ് പല ആൾക്കാരും ദുബായിലോട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു ദുബായിൽ ഏറ്റവും കൂടുതൽ അവരെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ. കാരണം നമ്മളെക്കാൾ ഒരുപാട് ആൾക്കാർ അവിടെ മുന്നിലുണ്ട്. സോ അവരൊപ്പം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓടാനുള്ള ഡ്രൈവ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്കും ഭയങ്കരമായിട്ട് കിട്ടി. ദുബായ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. ലിറ്ററലി ഞാൻ ഈ ഇടയ്ക്ക് ദുബായ് പോയപ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ മറ്റു ലക്ഷ്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർ മറ്റേ കോടികളുടെ സാധനമാണ്. സൂപ്പർ കാർസ് എവരിവെയർ. ഇവിടെ ഇല്ല. ഇപ്പോൾ കൊച്ചിയിൽ നോക്കുവാണെങ്കിൽ എവിടെ സൂപ്പർ കാർ ഇല്ല, എപ്പോഴും വല്ല പോർച്ചുഗൽ ലാമ്പോ കണ്ടത്. ആക്ച്വലി അവിടെ നമ്മൾ ഇവിടെ നമ്മൾ ലക്ഷറി കാർ നോക്കുന്ന പോലെയാണ് അവിടെ നമ്മൾ സ്വിഫ്റ്റ് കാർ നോക്കുന്നത്. ഇത് സ്വിഫ്റ്റ് കാർ പോകുന്നത് നമ്മൾ അവിടെ അങ്ങനെ എടുത്ത് പറയുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ലാൻഡ് ക്രൂസറൊക്കെ മറ്റേ അവിടുത്തെ ടാക്സിയാണ്. ഓക്കെ, ഇവിടെ അത് ഏറ്റവും ടോപ്പ് ലക്ഷറി വണ്ടിയായിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ അതവിടെ ടാക്സിയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുബായിൽ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു സമയത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പം അതാണ് ബേസിക്കലി എന്നെ ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ലൈക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ ആ ഒരു ലൈക്ക് എനിക്ക് ഈ ഒരു സംഭവം അല്ല വേണ്ട. കാരണം എൻ്റെ ഇഷ്ടത്തിനല്ല സത്യം പറഞ്ഞാൽ ഞാനൊരു കോഴ്സ് പഠിക്കാൻ പോയതായിക്കോട്ടെ. എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് മാറി. അപ്പം ഞാൻ പിന്നെ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഇതിന്. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് പൈസ അത്യാവശ്യം കുറേ കാര്യങ്ങൾക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം വന്നു. ആ സമയത്ത് എനിക്ക് എന്താ ഒരു സോഴ്സ് ഇല്ല, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു സോഴ്സ് ഇല്ലായിരുന്നു. അപ്പം ആക്ച്വലി ആ ഒരു ടൈമിൽ കുറച്ചൊന്ന് കഴിഞ്ഞ ടൈമിലേക്കാണ് ഞാൻ ആക്ച്വലി വൈഡിഗ്രിയെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എൻക്വയറി ചെയ്തിരുന്നു. പക്ഷേ എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നിയില്ല. കാരണം ഒരുപാട് അവർ ലൈക്ക് വലിയ ഫീസും അവർ ജസ്റ്റ് ട്രേഡിങ് മാത്രം കൊടുക്കുന്നു. ബേസിക്കലി എനിക്ക് ട്രേഡിങ് പഠിക്കണം എന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പിന്നെ യൂട്യൂബിലായാലും കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം ഒരുപാട് വീഡിയോസ്, കുറേ പ്ലേലിസ്റ്റ്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് കണ്ടു. സ്റ്റിൽ എനിക്കൊരു ബേസും ഇല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വൈഡിഗ്രി ജോയിൻ ചെയ്ത് എൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ലൈക്ക് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻ്റ് എന്നുള്ള സംഭവം തന്നെ ആയാൽ പോലും ആ ഒരു കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ അവസാനം ഒറ്റ ക്ലാസ് എനിക്ക് മനസ്സിലായി. എൻ്റെ ക്ലാസ് അല്ലായിരുന്നോ? അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് അത്രയും ദിവസം കഴിച്ചിട്ട് പറ അത്രയും നാളും കിട്ടാത്ത ഒരു നോളജ് കാര്യങ്ങൾ എനിക്ക് ഒറ്റ ക്ലാസ്സിൽ തന്നെ കിട്ടിയപ്പം എനിക്ക് തോന്നി. കാരണം ഞാൻ റൈറ്റ് പ്ലേസിൽ തന്നെയാണ് വന്നതെന്ന് എനിക്ക് തോന്നി. സുബിനിസ്ബിയുടെ ക്ലാസ് എടുത്ത് പറയണം. സുബിനിസ്ബിയുടെ ക്ലാസ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി. ഓക്കെ, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. കുറെ മണ്ടന്മാർ എന്നെ കുട്ടി പറയുന്നുണ്ടോ? അവർ കേക്കട്ടെ, കേട്ടോളാം പട്ടികളായത്. ആക്ച്വലി അതിലും വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വൈഡിഗ്രി ജോയിൻ ചെയ്ത ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡിഗ്രി ജോയിൻ ചെയ്ത ഡേറ്റും എനിക്ക് ബ്രേക്കപ്പ് കിട്ടിയ ഡേയ്സും ഒരു ദിവസം. അപ്പോൾ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത്, മനസ്സിലായോ? അപ്പം ബ്രേക്കപ്പ് നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ കണ്ടോ, രാസുര എടുത്ത പോലെ സ്പോണ്ടേനിയസ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റണം. റീവാമ്പ് യുവർ ലൈഫ് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി. കാരണം എന്നെ സംബന്ധിച്ച് പല ആൾക്കാരും പെണ്ണ് വരുമ്പോഴും ബട്ട് മണി മാറ്റേഴ്സ്. ലൈക്ക് ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര സാഡ് സ്റ്റോറി ആകുമ്പോൾ, പക്ഷെ വൈഡിഗ്രി കൂടെ ഉണ്ടാവും. കംപ്ലീറ്റ് ചെയ്തോട്ടെ, പറ. എനിക്ക് അത് സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ഒരു നെഗറ്റിവിറ്റി പോയിട്ട് പോസിറ്റീവ് എൻ്റെ ലൈഫിലോട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അതെൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. ഇപ്പം ബ്രേക്കപ്പ് പോയി പെണ്ണ് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പുറത്ത് തന്നെ വേറെ പോസിറ്റീവ് സൈഡ് കിട്ടിയോണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ബ്രേക്കപ്പ് വരുമ്പോൾ ഉടനെ കൈമുറിക്കുന്നു, കാലുമുറിക്കുന്നു, ചാവാൻ പോകുന്നു, ഡിപ്രഷൻ. ഓക്കെ, ആക്ച്വലി അവർക്ക് ഡിപ്രഷൻ്റെ ഒരു ശരിക്കുള്ള മീനിങ് അറിയാത്തതുകൊണ്ടായിരിക്കും അവരെന്ത് വന്നാലും ഡിപ്രഷൻ എന്നുള്ള സാധനം മേ ബി പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവത്തിൽ ഞാൻ ചെയ്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഡിപ്രസ് ആയിട്ട് കഴിഞ്ഞാൽ, കാരണം എനിക്ക് സംഭവം ഒരു ഗോൾ ഉണ്ടായിരുന്നു, അച്ചീവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനങ്ങനെ ലൈക്ക് വെറുതെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പം ഇതുപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കെല്ലാം കൊടുക്കുന്ന സുബിനേൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്?
പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരൊക്കെ വെറുതെ മൂവ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോവുക, അടുത്ത ആളിലേക്ക് പോവുക, അങ്ങനെയാണ് എല്ലാവരും. ഗെറ്റ് ദം ഓൾ, ഗെറ്റ് ദം ഓൾ. വൈ വോണ്ട് ഗെറ്റ് മെനി. ഇപ്പം ഇതിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബ്രേക്കപ്പ് കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നവരെ എനിക്ക് കണ്ടുകൂടാം. ഞാൻ അതിനെതിരാണ്. കാരണം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാകുന്നത് ഏത് എക്സ്ട്രീമിലാണ് എന്നുള്ളത് അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ ഇത്രയും നാൾ ജീവിച്ച ഒരു പെണ്ണ് നിങ്ങൾ ഇട്ടിട്ട് പോയി, ലിറ്ററലി ഓക്കെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു സെനറിയോയിൽ അങ്ങനെ കളഞ്ഞിട്ട് പോയ ഒരുത്തിക്ക് വേണ്ടി നിങ്ങൾ വിഷമിക്കുക, ഡിപ്രസ്ഡ് ആവുക, നിങ്ങളുടെ സമയം കളയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിങ്ങളുടെ മണ്ടത്തരമാണത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഒരാൾ മരിച്ചു പോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി പോയ ഒരാളാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വിഷമിക്കാം. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. പക്ഷേ ഒരുത്തി കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഓർത്തൊരിക്കലും വിഷമിച്ച് സമയം കളയരുത്, 1 മിനിറ്റ് പോലും കളയരുത്. ജസ്റ്റ് അവൾ പോയാൽ അവളുടെ പെങ്ങൾ, അത് അങ്ങത്രേ ഉള്ളൂ. ലൈക്ക് ഓക്കെ ദേഴ്സ് എ വുമൺ ഇൻ ദ വേൾഡ്, കുറേ ആൾക്കാരുണ്ട്. സോ പെണ്ണ് വരും പോകും, മണി മാറ്റേഴ്സ്, ആ ഒരു സംഭവമാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ നീ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എൻ്റെ ഒരു ലോവർ സൈഡിലാണ് ആ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ ഓക്കെ, നിന്നിപ്പോൾ ഒരു പെണ്ണ് പോയതിൻ്റെയോ ബ്രേക്കപ്പ് പോയതിൻ്റെയോ ഉണ്ടായ കാരണം ഉണ്ടാവും. അപ്പം ഒരുപാട് കാരണം ഉണ്ടാവും. കൂടാതെ കൂട്ടുകാരുടെ ഇഞ്ചിക്കലുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ മറ്റേ അപ്പം തന്നെ വിട്ടേക്കണം. സോ ദ ബിഗ്ഗസ്റ്റ് റിവെഞ്ച് ഈസ് സംടൈംസ് ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കതിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം അത് തന്നെ ഉള്ളൂ. കാരണം ഡെവലപ്പ് അവർ സെൽസ്. ഇപ്പം ഇന്നൊരുത്തി കളഞ്ഞിട്ട് പോയി, അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഡെവലപ്പ് യുവർ സെൽഫ്, കുറച്ചുകൂടെ നല്ല പെണ്ണിനെ ഡേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അടുത്തൊരു പെണ്ണ് ഡേറ്റ് ചെയ്യുക, കുറച്ചുകൂടെ നല്ല പെണ്ണെ. അപ്പം അവൾ നിന്നെ കളഞ്ഞിട്ട് പോകും. അത് അപ്പം നിനക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാരണങ്ങളുകൊണ്ടാണ്. ആ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അടുത്ത പെണ്ണിടുക, അവളും കളഞ്ഞിട്ട് പോയിക്കോട്ടെ. പക്ഷേ ആഫ്റ്റർ എ സെർട്ടൻ പോയിന്റ് നീ ലൈക്ക് വാണ്ടഡ് ബൈ മെനി എന്നുള്ളൊരു സമയത്തെത്തും. ഏത് പെണ്ണിനെ നിനക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടെത്തും. അങ്ങനെയുള്ള സമയം നിനക്ക് ആരെയും കളഞ്ഞിട്ട് പോകും. ഇതാണ് മെയിൻ തിങ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബിൽഡിങ് യുവർ സെൽഫ് ഓഫ് വെൻ യു ഫാൾ ഡൗൺ. കാരണം വീടിനടുത്ത് കിടക്കാൻ ആരെ കൊണ്ട് പറ്റും, എഴുന്നേറ്റ് ഓടാനാണ് ആർക്കും പറ്റാത്തത്. അപ്പം എത്ര നന്നായിട്ട് വീഴുന്നോ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ എഴുന്നേൽക്കുക. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. വീണെടുത്ത് വീണ് പോരുത്, അല്ലെങ്കിൽ കിടന്നു പോരുത്. കാരണം ദെയർസ് എ ലോട്ട് ഓഫ് പീപ്പിൾ അഹെഡ് ഓഫ് us. ഇഫ് യു ആർ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ് പോകുന്നിടത്ത് നമ്മുടെ മുന്നിൽ കൂടെ മറ്റേ എല്ലാ അമ്മയും മുന്നിലെ ഓട്ടമത്സരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓടിപ്പോകാൻ ഒരുപാട് പേര് കാണും. വീണാലും എഴുന്നേറ്റ് ഓടുക, പിന്നെയും വീഴും, പിന്നെയും എഴുന്നേറ്റ് ഓടുക. അങ്ങനെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഓടി തോപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവന്മാർക്ക് ഓടാൻ പറ്റിയത് അവന്മാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. വീണ് കഴിഞ്ഞിട്ട് അവന്മാർ എഴുന്നേറ്റിട്ടില്ല. ഈ പറയുന്ന പല ആൾക്കാരും നിൻ്റെ കൂടെ ഒപ്പം ഓടുന്നവരും, നീ വീണിട്ട് എഴുന്നേറ്റ് ഓടിയപ്പോൾ നിൻ്റെ കൂടെ ഓടിയവരും എല്ലാം നല്ലൊരു വീഴ്ച വീണ പകുതി ആൾക്കാരും അവിടെ പുറകെ വീഴും. അവർ ചിലപ്പം നിൻ്റെ മുന്നേ ഓടുമായിരിക്കും. നീ വീണായിരിക്കും ഓടുന്നത്, അവർ നിൻ്റെ മുന്നേ ഓടും, നിൻ്റെ മുന്നിലെത്തും. പക്ഷേ അറ്റ് സം പോയിന്റ് ആ ഫിനിഷിംഗ് പോയിന്റിൻ്റെ അടുത്ത് അവർക്ക് കിട്ടുന്ന ഒരു അടിയിലായിരിക്കും അവർ വീഴുന്നത്. അവിടെ നിന്ന് അവർ എഴുന്നേക്കത്തില്ല. പക്ഷെ നീ വീണ് വന്നവനാ, നിനക്കതൊരു പ്രശ്നമല്ല. പൊടി തട്ടിയിട്ടിട്ട് നീ എഴുന്നേറ്റ് ഓടി ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യും. സോ ദാറ്റ്സ് എ ഗെയിം യു ആർ സപ്പോസ് ടു പ്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കുക. കാരണം ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന വല്ലാന കാര്യമൊന്നുമല്ല, വളരെ ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് 3 ബ്രേക്കപ്പ് കണ്ടുണ്ടായി. ബേസിക്കലി ഉണ്ടായി. കാരണം ലിറ്ററലി പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും വാലന്റൈൻ ചേടാന്ന് ഒരാളൊരു കേക്കും ഷർട്ടുമായിട്ട് എന്നെ കാണാൻ വന്നു. എന്നിട്ട് ബ്രേക്കപ്പ് ആയിട്ടാണ് പോയത്. ഞാൻ ആദ്യം ചോദിച്ചു കേക്കോ, ഈ സാധനം പോയി. എന്നിട്ട് ഷർട്ട്, ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഈ ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ബ്രേക്കപ്പ് ആയി, ഇങ്ങനെ പോയി. അപ്പം ബ്രേക്കപ്പ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. അത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ചെയ്യുക. ഇപ്പം അന്ന് ആ ഒരു ദിവസം ഉണ്ടായിരുന്ന ആളോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഇപ്പം ഇവനെ പറ്റി പറയാനാണെങ്കിൽ 2 വാക്ക് ഞാൻ സംസാരിക്കാം. രാജ്യത്തിൽ ആദ്യമായിട്ട് ഞാൻ ക്ലാസ് കയറിയപ്പോൾ എനിക്ക് 1ാം ക്ലാസ്സിലാണോ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണോ മറ്റേ ക്യാമറ ഓൺ ആക്കിയിട്ട്, ഇത് ഞാൻ എല്ലാവരോടും പറയും, നിന്നെ പരിചയപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന കഥ ഇതാ. ആൾക്കാർ തന്നെ കേട്ടുകൊണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഐ വിൽ സേ ദാറ്റ്. ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ്. സിമ്പിളായിട്ട് ഒരാൾ ഇപ്പം ഇപ്പോഴത്തെ രാജ്യത്തിൽ ആർക്കും അറിയത്തില്ല. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ആണ് എല്ലാവരും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ഇൻസെക്യൂരിറ്റി അടിച്ച് സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല. ആ ഗെയിമൊക്കെയാണ്. ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യും. അപ്പം അവിടുന്ന് ഇപ്പം ഈസ് പാർട്ട് ഓഫ്
Pedigree team now. So he's handling sales. അവിടുന്ന് ഇപ്പം ആൾക്കാരൊക്കെ ചുമ്മാ ഫോൺ വിളിച്ച് ക്ലോസ് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഹീസ് ഹാൻഡ്ലിങ് എ ടീം നൗ. അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് തന്നെ നീ ഇപ്പോൾ കാശാക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് വി പ്രീസ്. സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. കാരണം സെയിൽസ് എന്ന് പറഞ്ഞൊരു സ്കില്ല് നീ ഇപ്പം ഇത് ചെയ്ത് വരുന്നു. പക്ഷേ ചിലക്ക് പോരാ. എന്നാൽ പോലും അത്യാവശ്യം നീ ഇപ്പോൾ 1 രൂപ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു 10,000 രൂപ ഉണ്ടാക്കുന്നുള്ളതിലോ നീ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിൻ്റെ 18ാമത്തെ വയസ്സിലാണ്. നീ ഒരു കോളേജിൽ പോയി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇവിടെ വന്നു. ഇപ്പോഴും നിൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ കോളേജിൽ പോകുന്നുണ്ട്. ഒരു 2-3-4 വർഷം കഴിയുമ്പോൾ അവർ പാസ് ഔട്ട് ആകുമ്പോഴും നീ ഇപ്പോൾ എത്ര ഉണ്ടാക്കുന്നത്? ഒരു 10,000 രൂപയാണെങ്കിൽ പോലും ആ ഡ്രോപ്പ് ഔട്ട് 4 വർഷം കഴിഞ്ഞ് ആവുന്നവർ അപ്പോഴും നിൽക്കുന്നത് ഇതിന് താഴെയാണ്. സോ എൻ്റെയൊക്കെ 18ാമത്തെ വയസ്സിൽ 100 പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പം യു ആർ ഫാർ എഹെഡ്, ഒരുപാട് മുന്നിലാണ്. കാരണം നീ ഓട്ടം നേരത്തെ തുടങ്ങി. അപ്പം ഈ 23 വയസ്സിൽ ഒരാൾ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും യു ഷുഡ് ബി എ മില്യണയർ. അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മൾ ഈ ട്രേഡിംഗ് ആണ്, അതായത് എന്ന് പറയുമ്പം ഇപ്പോൾ രാജസൂരി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സാധനം സെയിൽസാണ്. സെയിൽസ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു സാധനം. കാരണം ട്രേഡിങ്ങിനെക്കാട്ടിലും ഞാൻ പറയുന്ന ഒരു കാര്യം, ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ സെയിൽസാണ്. കാരണം സെയിൽസ് അറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. എന്തും പറഞ്ഞും വിറ്റും നിങ്ങൾ ജീവിക്കും. എവിടെ യൂസ് ചെയ്യാൻ When it comes to women, if you can convince a woman, you can convince a client. അതാണ് വേർഡ്സ് ബൈ സുബിൻ എസ് പി. അപ്പം വൈഡിഗ്രീസ് ഒഫീഷ്യൽ മട്ടം ആ ഒഫീഷ്യൽ കോട്ട്, സുബിൻ എസ് പി ഒഫീഷ്യൽ കോട്ടാണ്. അപ്പം കാരണം ബേസിക്കലി ഏറ്റവും കൺവിൻസ് ചെയ്യാൻ പാടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ്. അപ്പം ഇത് നമ്മൾ ഡേറ്റിംഗ് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് ആയിട്ട് എടുക്കും. ഈ പറഞ്ഞ പോലെ ഓക്കെ, ഒരു പെണ്ണെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഹ്യൂമൻ സൈക്കോളജി, മാനിപ്പുലേഷൻ, അതേപോലെ സെല്ലിങ് അവർ സെൽഫ്, അതുപോലെ നമ്മളാണ് പ്രൊഡക്റ്റ്, നമ്മളാണ് പിച്ച് ചെയ്യേണ്ടത്. അവരുടെ പെയിൻ പോയിന്റ് എന്താണെന്നറിയുക, നമ്മുടെ USP എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, കഥ പറയുക, അവർക്ക് വേണ്ട സാധനങ്ങൾ പെയിൻ പോയിന്റ് മാത്രം കൊടുക്കുക. കേസ് ക്ലോസ്ഡ്. ഇതേ സാധനമായിരിക്കും നിങ്ങളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ അവരുടെ പേയ്മെൻറ്റ് എന്താണെന്നറിയാം, നമ്മുടെ കൊടുക്കാൻ എന്തുണ്ട്, അവർക്കതെങ്ങനെ കൊടുക്കാൻ പറ്റും. കാരണം സെയിൽസിൽ വരുന്ന ആൾക്കാർ മിക്കപ്പോഴും ഉണ്ടാക്കുന്നൊരു തെറ്റിതാ, അവർ ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു പ്രൊഡക്റ്റ് സെയിൽസിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാവരുടെയും ഒരു പ്രശ്നം അതാ. സെയിൽസ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. കാരണം അവരൊരു സെയിൽസ് ട്രെയിനിങ് കിട്ടുമ്പോൾ അവർ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യും. കാരണം അവരൊരു സാധനം പഠിച്ചു, ഇവർക്കത് ആൾക്കാരോട് പറയണം. പക്ഷേ ആൾക്കാർ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് ദ പ്രൊഡക്റ്റ്. കാരണം അവർക്കൊരു പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നം എന്താ, അത് ഇമോഷൻസ്, അവരുടെ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ പ്രശ്നത്തിന് നമ്മുടെ പ്രൊഡക്റ്റിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ് മറ്റേതാണ്, അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ ആ ഓഫർ തരാം, ഈ ഓഫർ തരാം, മറ്റേ ഓഫർ തരാം. ബേസിക്കലി ആ ആൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ആവശ്യം പോലും ഇല്ല, പിന്നെ എന്തിനാ ഓഫർ? ഇതാണ് ഫാക്ട്. ഇത് സെയിൽസിൽ വരുന്ന മിക്ക ആൾക്കാരും വരുത്തുന്ന ഒരു മണ്ടത്തരാണ്. അല്ല, ആക്ച്വലി ഞാനിപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൂടുതലും സ്റ്റുഡൻസ് ആയിട്ടാണ്. അപ്പം കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ +1 +2 ആ സ്റ്റുഡൻസാണ്. അപ്പം അവരോട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സംബന്ധിച്ച് ഞാൻ ഇന്നൊരു പൊസിഷനിലാണ് ഞാൻ അവരെ കാണുന്നത്. ഓക്കെ, കാരണം അവരെൻ്റെ അടുത്ത് സംസാരിക്കുന്ന നമുക്ക് ബ്രോ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, അവർക്ക് ട്രേഡിംഗ് പഠിക്കണമെന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എടുക്കണം എന്നുണ്ട്, എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യണം, അവർക്ക് വീട്ടുകാർക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ ഏജിൽ പ്രൊവൈഡ് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ അവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലും അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനോ അവർക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആരുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ നമ്മളെടുത്ത് ഒരു എൻക്വയറി ചെയ്ത് വരുന്നത്. കാരണം അവർക്ക് വേണ്ടത് ഏറ്റവും ചെറിയ ഏജിൽ തന്നെ അവർക്ക് സക്സസ്ഫുൾ ആവുക എന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പം അതിപ്പോൾ ഒരുപാട് ആൾക്കാരിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വന്ന കാര്യങ്ങൾ, കാരണം ഞാൻ ചെയ്ത് ഇതായിട്ടുള്ള സംഭവമാണ്. കാരണം ഞാൻ വൈഡിഗ്രി ജോയിൻ ചെയ്തു, എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ സാധനങ്ങൾ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ അവർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനുള്ള സക്സസ് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം ഒരാൾ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എനിക്ക് കോൾ വരുന്നത് ബ്രോ എൻ്റെ ഒരു ഫ്രണ്ടോടുണ്ട്, അപ്പോൾ ആൾക്കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേരായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ ഇവർ നല്ലൊരു മൈൻഡ് സെറ്റ് സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ചില കോളുകൾ എനിക്ക് കണക്ട് ചെയ്ത് തരും, അവർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് കണക്ട് ചെയ്യും. ഞാൻ സംസാരിക്കേണ്ട ഈ മേജർ തിങ് വരുന്ന ഒരു ഇഷ്യൂ ഇതാണ്. പക്ഷേ ഈ പറയുന്ന ആഗ്രഹമുള്ള ടീമുകൾക്കൊന്നും ഒരു എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ല. ദേ ആർ നോട്ട് വില്ലിങ് ടു റിസ്ക് ഇറ്റ്. ദേ ആർ നോട്ട് വില്ലിങ് ടു ഡു.
അവർക്ക് ഇന്ന് വന്ന് നാളെ ലക്ഷ്യങ്ങളുണ്ട്. അതെ, ഇപ്പം ട്രേഡിങ്ങിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും ട്രേഡിങ് സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. ഇവിടെ ഈ പറയുന്ന പോലെ കുറേ എണ്ണം വന്നിട്ട് കുറേ ഇത് പറയുമായിരിക്കും. ഇപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് പറയുന്ന ടീമുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രേഡിംഗ് പഠിക്കാനാണ് രാജസൂരി ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന സൈഡ് സെയിൽസ് ആണ്. ഇപ്പോൾ അരുൺ നമ്മുടെ ടീം ചെയ്യുന്നുണ്ട്. അരുൺ ഹാൻഡിൽ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. അരുൺ ഇ കൊമേഴ്സ് സൈഡ് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ ടീഷർട്ട് ബ്രാൻഡ് ഇതിൻ്റെ ആഗ്രഹമുണ്ട്. രാജസൂരിക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം ഒരാളുടെ സ്കില്ല് എന്താണ്, ഒരാൾക്ക് ഏതിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് അതിൻ്റെ ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ വരുന്നവന്മാർക്കാണെങ്കിലും ചിലർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വരും, ചിലർ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും, ചിലർ ഈ പറഞ്ഞ പോലെ പല കേസുകൾ കണ്ടിട്ട് വരും. പക്ഷേ ഇവർക്കാർക്ക് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമില്ല. അപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമില്ല, റിസ്ക് എടുക്കാനുള്ള സംഭവമില്ല, അവരുടെ പേരൻസ് സമ്മതിക്കത്തില്ലെങ്കിൽ പേരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. സോ ബേസിക്കലി ഇതേ ഫെയിൽ. അടുത്തും അതാണ് ഇപ്പോൾ പ്രോബ്ലം. ഇപ്പോൾ പിള്ളേരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ പാരൻസ് ആണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതെ, +2 മാർക്ക് പറയത്തില്ലേ നിന്റെ? ഏതോ ഒരു പേരൻ്റ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ +2 പാസ്സാവുകയാണെങ്കിൽ ഡിഗ്രി ചേർക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ മുറ്റം എടുത്തോ ഈയിടെ സംസാരിച്ച പയ്യനായിട്ട്. അവൻ വേറൊരു പയ്യൻ എന്തോ അവന് ഫീസ് കൊടുക്കത്തില്ല പറഞ്ഞിട്ട് അവനായിട്ട് ഫീസ് സെറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവന് കുറേ ഓഫറൊക്കെ കൊടുത്തിരുന്നു. അല്ല, ആക്ച്വലി ഒരു ഏജ്ഡ് ആയിട്ടൊരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് സംസാരിച്ച സമയത്ത് ആൾക്ക് UK ആൾക്കൊരു 51 ഇയേഴ്സ് ഓൾഡ് ലേഡിയാണ്. അപ്പോൾ ആളോട് സംസാരിച്ച സമയത്ത് പക്ഷേ ഒരു മീറ്റിംഗ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ്, ആക്ച്വലി ഇപ്പം മക്കൾ UK അല്ല, അപ്പം അവർ നെക്സ്റ്റ് വീക്കിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മറ്റന്നാൾ പോകാൻ. അതിന് 2 ദിവസം മുമ്പാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ആൾ പറയാന്നേ, UK പോയി വിസ എന്ന് വെച്ചാൽ കിട്ടാണ്ടിരിക്കാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയാം. കാരണം അവർക്ക് ഡിഗ്രി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പുള്ളിക്കാരി ഇത്രയും ടൈം അവർക്ക് 62 years old. ആള് ഫുഡ് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു. അതെ, ഫുഡ്. അപ്പം ആളുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നാളും അവർ മക്കൾക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി, കാരണം ഫാമിലി ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, മക്കൾ അത്യാവശ്യം പേര് സെറ്റഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ കംപ്ലീറ്റ്ലി ഇപ്പം ആൾ ഫ്രീ ആണ്. സോ ഇനി സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ച സമയത്താണ് നമ്മുടെ വൈദികരെ കോൺടാക്ട് ചെയ്തത്. കാരണം ഒരുപാട് നമ്മുടെ ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പം ആൾക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. ഈ കോണ്ടന്റ് ക്രിയേഷൻ, ആൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ആൾക്ക് അതിൻ്റെ കുറച്ച് വ്ളോഗൊക്കെ അപ്പം അങ്ങനെ ആ ഒരു ഏജ് കാറ്റഗറിയുള്ള കുറേ ആൾക്കാരും അവർക്ക് കൂടുതലും അവരുടെ ഒരു ടൈം നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. ഓക്കെ, അവരുടെ ബാക്കിയുള്ള ടൈം എല്ലാം കഴിഞ്ഞു, ഇനി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ കൂടുതൽ ആൾക്കാരും വൈഡിലോട്ട് എൻക്വയറി ചെയ്യുന്നത്. പക്ഷേ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഡിസിഷൻ എടുക്കാറുള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ ടീമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ദെർ വിൽ ബി എ ലോട്ട് ഓഫ് ചാലഞ്ചസ്, എസ്പെഷ്യലി ഫോർ അസ്. കാരണം ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, യു ഗൈസ് ആർ ഇൻ ദ 1%, യു ആർ നോട്ട് ദ 99%. ഇപ്പം ഏതൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയാലും നമ്മൾ ബേസ്ഡ് ഓൺ അടെക് ബിസിനസ്സസ്, ഇപ്പം കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, പരിപാടികളുണ്ട്. അവരെല്ലാവരും ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ ടാർഗറ്റിംഗ് ദ 99%. ഇപ്പം പല അടെക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും പിച്ച് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, ഞങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഈ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് കിട്ടും, ഇത്ര സാലറി കിട്ടും. ഇതായിരിക്കും അവരുടെ പിച്ച്. അബൌട്ട് ദ പ്രോഡക്റ്റ് ദേ ഹാവ് നത്തിങ് ടു സേ. ആ സിലബസ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പം ഇവിടെ വരുന്ന ഒരു ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആരും വരണ്ട. ട്രേഡിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ വൈഡിഗ്രിയുടെ വഴി ഇഷ്യൂ ചെയ്ത് തരാം. പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമോ? പറ്റത്തില്ല. ബേസിക്കലി കോൺഗ്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരാം, പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇവിടെ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പം ചിലർ ചോദിക്കുന്ന സർട്ടിഫിക്കേഷനാണ്, ചില വീട്ടുകാർക്ക് സർട്ടിഫിക്കേഷനാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. എന്ത് പഠിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, ഇതൊന്നും ആൾക്കാർക്ക് അറിയണ്ട. സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ ഒരു കേരളത്തിലുള്ള ഒരു സംഭവം. 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിന് ഞാൻ അറിയാറായിരുന്നാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരത് നോക്കുന്നത്. ഇപ്പം സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൺസേൺ പേരൻസാണ്. പേരൻസിന്റെ കാര്യം പറയാം. പേരൻസ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ എന്താ പിള്ളേർ പഠിക്കുന്നത് നോക്കുന്നില്ല. അവർക്കിപ്പോൾ ഡിഗ്രി ജോയിൻ ചെയ്താലും അവർ പറയുന്നത് പേരൻസ് ചോദിച്ചു സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് കിട്ടുമോ. ഞാൻ ചോദിക്കുന്നത് സാർ, നിങ്ങളിപ്പോൾ ട്രേഡിംഗ് പഠിച്ചു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നു, നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നാളെ പോയി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങൾ ഈ സ്കില്ല് പഠിച്ചു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലും, നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാശ് ഉണ്ടാക്കാൻ പറ്റും. എക്സാക്ട്ലി. അപ്പം ഇത് തന്നെ ഹോൾ പോയിന്റ്. അപ്പം നമ്മളിവിടെ ടീമിനോട് പറയുന്ന ഒരു സംഭവമുണ്ട്.
അപ്പം നമ്മുടെ ഒരു ബിസിനസ് മോഡലെന്ന് പറഞ്ഞാൽ അപ്പം ഈ 99% എൻട്രൻസ് കോച്ചിങ് മറ്റേതും മറിച്ചത് അതിൻ്റെ കോഴ്സിൻ്റെ പരിപാടികൾ എഡ്യൂക്കേഷൻ കഴിയുന്ന ആൾക്കാർ 1% ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഉള്ളത്. ഈ 1%നെയാണ് നമ്മൾ 99% ആക്കേണ്ടത് ത്രൂ വൈ ഡിഗ്രി യൂണിവേഴ്സിറ്റി. നാളെ +2 കഴിയുന്ന ഒരാൾ നേരെ വന്ന് വൈ ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം. ദാറ്റ്സ് മൈ വിഷൻ ബേസിക്കലി. സോ ദേ ഷുഡ് ബി ഇൻവെസ്റ്റിംഗ് ഓൺ ദർ സ്കിൽസ്, ദേ ഷുഡ് ബി ഇൻവെസ്റ്റിംഗ് ഓൺ ദർ ടാലൻറ്റ്, ദേ ഷുഡ് ബി ഇൻവെസ്റ്റിംഗ് ഓൺ ദർ പാഷൻ. അപ്പം എങ്കിലും മാത്രമേ അവർക്ക് വേണ്ട ഒരു സക്സസ്ഫുൾ കരിയർ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചോദിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും പറയുന്ന സംഭവം ഏതെങ്കിലും ഡിഗ്രിക്ക് വേണേൽ പറയുന്നത്. ലൈക്ക് പേരൻസ് ബോധോട് പോലും ഇല്ല. മറ്റേ നേരത്തെ പെണ്ണുങ്ങളുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ അവർ ഏതെങ്കിലും ഒരു തന്നെ കേട്ട് 5 മിനിറ്റ് സംസാരിച്ച് കിട്ടുമെന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കോഴ്സിന് പോകും എന്നുള്ള മൂഡിൽ അവർ പറയുന്നത്. പക്ഷേ ദ തിങ് ഈസ് ഇവർക്ക് ഓരോ കുട്ടിക്കും ഉള്ള ഒരു സംഭവം ഉണ്ടാവും. ഞാനിത് പറഞ്ഞിട്ടുള്ളത്, ഒരു കൊച്ചിലെ പാട്ട് പാടുന്ന ഒരു കുട്ടിയോട് ഒരു മമ്മ എന്നിട്ട് ഒക്കെ നിന്റെ കാളരാഗമാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ പാടില്ല. അതേ സാധനമാണ് ഈ +1 +2 ആകുമ്പോഴത്തേക്കും. ഇപ്പം വീട്ടുകാർ പറയുമ്പോഴത്തേക്ക് അവരുടെ കാലത്ത് എന്ത് വർക്കൗട്ടായി, ജോലിക്ക് പോയി ശമ്പളം മേടിച്ചു, അതാണ് വർക്കൗട്ട് ആയത്. പക്ഷേ ഇപ്പം ദിസ് ഈസ് ദ ടൈം ഓഫ് ഇന്റർനെറ്റ് എന്നല്ല AI. അപ്പം വെറുതെ വീട്ടിലിരുന്ന് ജോലിക്കും പോകണ്ട ഡിഗ്രിക്കും പോകാതെ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാം. ബേസിക്കലി ഇവരെന്തിനാ ജോലിക്ക് പോകാൻ പറയുന്നത്, അല്ലെ ഡിഗ്രിക്ക് പോകാൻ പറയുന്നതിനാ? ശമ്പളം മേടിക്കാൻ, കാശുണ്ടാക്കാനല്ല, ശമ്പളം മേടിക്കാൻ. അപ്പം ഇതൊന്നിനും പോകാതെ എടുത്ത് പയ്യനെ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ. ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ സ്കൂളിൽ ഇനോഗ്രേഷൻ പോയി. ഞാൻ പഠിച്ച സ്കൂളിൽ ഇനോഗ്രേഷൻ അല്ല, ആനുവൽ ഡേ. ഞാനപ്പോൾ പഠിച്ച ചീഫ് ഗസ്റ്റ് ആയിട്ട് സ്കൂളിൻ്റെ പിന്നെ ആനുവൽ ഡേക്ക് ഞാൻ പോയി. ഭയങ്കര എൻ്റെ അച്ഛനൊക്കെ അവിടെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ഇച്ചിരി ഞാൻ കയറിയിട്ടുണ്ട് പരിപാടികളിലൊക്കെ അവതരിപ്പിക്കാൻ, മിമിക്രി, മോണോ ആക്ട്, അങ്ങനെ പല പല ടാലൻറ്റ്. യെസ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഉണ്ട്, ട്രോഫി ഉണ്ട് വീട്ടിൽ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയി ഈ സംഭവം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളുണ്ട്, നമ്മുടെ പഴയ ടീച്ചറാണ്. അപ്പോൾ പണ്ട് മറ്റേ ചൂലും കൊണ്ട് നടക്കുന്ന ടീം ഇപ്പോൾ മറ്റേ ചോക്ലേറ്റ്സും കൊണ്ട് നടക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഫ്ലിപ്പായി പോയി അത് കണ്ടപ്പോൾ. അപ്പോൾ അതൊരു ആക്ച്വലി ഒരു അച്ചീവ്മെൻറ്റ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ടീച്ചർ ആദ്യം എന്നോട് പറഞ്ഞ കാര്യം, നിന്നെ കാണാൻ കുറേ പിള്ളേർ നോക്കിയിരിപ്പുണ്ട്. അപ്പം ലിറ്ററലി എന്നോട് എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ കയറി എനിക്ക് സ്പീച്ച് ഉണ്ട്, എന്നോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ വഴിതെറ്റിക്കരുത്, ബിസിനസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു അക്ഷരം അവിടെ മിണ്ടരുത്. പെട്ടെന്നൊരു മറ്റേ എന്താ പറയുന്നത്, കുറച്ച് 2 നല്ല വാക്ക് പറഞ്ഞിട്ട് പൊക്കോണമെന്ന് പറഞ്ഞു. ആ സ്പീച്ച് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അതിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യും. ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അന്ന് ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരെ കാണാൻ വന്നു. +1 പഠിക്കുന്ന പിള്ളേരാണ്. അത് 2-3 പിള്ളേർ ട്രേഡിങ്, ഇ-കൊമേഴ്സ് അങ്ങനെ പരിപാടികളും എല്ലാം ചെയ്യുന്നുണ്ട്. ഇ-കൊമേഴ്സ്, അഫിലിയേറ്റ്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു പയ്യൻ അന്ന് വന്നിട്ടില്ലായിരുന്നു. അവൻ മാസം ഉണ്ടാക്കി, +1 പയ്യനാണ്, അവൻ മാസം ഉണ്ടാക്കുന്ന 50,000 രൂപ പ്രോഫിറ്റാണ് ട്രേഡ് ചെയ്തത്. ടീച്ചർ പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പയ്യനുണ്ട്, നിനക്ക് വരുന്നെന്ന് പേര് കണ്ടപ്പോൾ തൊട്ട് മറ്റേ ഇതുണ്ടല്ലോ, അതിൽ പേര് കണ്ടപ്പോൾ തൊട്ട് നിന്നെ കാണുന്ന ആ പയ്യനൊന്ന് വരാൻ പറ്റുമോ എന്തോ ചെയ്തില്ല. 50,000 രൂപ +1 പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവൻ പഠിത്തത്തിൽ കുഴപ്പമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, ഇത്രയും പൈസ ഉണ്ടാക്കുന്ന പയ്യൻ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. എന്താ വെച്ചാൽ ഈ ടീച്ചർമാർക്ക് അത്രയും ശമ്പളം ഇല്ലെന്നേ. അപ്പം ഇവനോട് എന്താ പറയാനാ, നീ ജോലിക്ക് വരെ ശമ്പളം കിട്ടുമെന്ന് അവനോട് പറയാൻ പറ്റുമോ? അവൻ 50,000 രൂപ മാസം ഉണ്ടാക്കുക. തിരിച്ചൊന്നും പറയാൻ ടീച്ചർമാർക്ക് അത് പറയാൻ പറ്റില്ല. അവനോട് എന്തോ പറയാനാ, നിനക്ക് നല്ലതായിട്ട് പഠിച്ചാലേ ജോലി കിട്ടുമോ ശമ്പളം കിട്ടുമെന്ന് അവനോട് പറയാൻ പറ്റത്തില്ല. കാരണം +1 പഠിക്കുന്ന പയ്യൻ 50,000 രൂപ മാസം ട്രേഡ് ചെയ്തുണ്ടാക്കുക. ഞാൻ തന്നെ എട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. കാണും, ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം ഈ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതിലോട്ടാകുമ്പോഴത്തേക്കും വൈ ഡിഗ്രി വിൽ ബി ലൈക്ക് ബൂം. ഈ സംഭവമുള്ളൂ. +2 കഴിയുന്നവർ ഇവിടെ വരട്ടെ, സ്കില്ല് പഠിക്കട്ടെ. ഇവിടെ 8th പഠിക്കുന്ന സ്റ്റുഡന്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി 10th പഠിക്കുന്ന സ്റ്റുഡന്റ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ച ബ്രോ, ആക്ച്വലി എനിക്ക് +1 +2 ഞാൻ ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം എനിക്ക് റീസെല്ലിംഗ് ഒരു ഡ്രസ് ഷോപ്പ് തുടങ്ങിയിട്ട് ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ +1 +2 കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഡിഗ്രി വേണോ എന്നുള്ള സംഭവമാണ്. ചോദിക്കും ഇത്രയും നേരത്തെ അവർക്ക് ഓരോ ഓണ്ടർപ്രണർഷിപ്പ് ക്വാളിറ്റി ആ രീതിയിലോട്ട് കയറണം എന്നുള്ള അവരുടെ ഒരു അത്ര ആഗ്രഹമാണ്. സത്യത്തിൽ ഇപ്പം പണ്ട് പേരൻസ് മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ മക്കളുടെ സ്വപ്നങ്ങൾ ഊതിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പേരൻസ് ചെയ്യുന്നത്. ഓക്കെ, സി മെൻ ഓർ വുമൺ, ഇഫ് ദേ ഹാവ് ഡ്രീംസ് ലെറ്റ് ദം ഫ്ലൈ. അവർ കണ്ടെത്തിക്കോളൂ അവരുടെ അന്നം. അല്ലാതെ ഇവർ എന്നിട്ട് നീ ഇതിന് പോലെ സേഫ് ആവുള്ളൂ. വൈ ആർ ദേ കൺസേൺഡ് അബൌട്ട് ദെയർ കിഡ്സ് സേഫ്റ്റി? കാരണം ഇത്രയും ഞാൻ പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് മാത്രമോ, അല്ലാതെ ചുമ്മാ കുറേ ഇത് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കോളുകൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട. കാരണം ഇവിടെ ഇപ്പോൾ ഈ കോഴ്സ് സെല്ലിംഗ് സ്കാം, ട്രേഡിംഗ് സ്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യം ട്രേഡിംഗ് അക്കാഡമി പറ്റിപ്പോകണമെന്നുള്ളതാണ്. പക്ഷേ അല്ല, ഒരിക്കലും അല്ല. പറ്റിപ്പായിട്ടുള്ള അക്കാഡമീസ് ഉണ്ടില്ലെന്നല്ല. അപ്പം ഇവിടെ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെയും ഒരു അക്കാഡമിക്കോ ഒരു മെൻറ്ററിനോ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റത്തില്ല.
ഞാൻ ഇപ്പോൾ പഠിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഞാനൊരു കാര്യം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് കൊള്ളാൻ പറ്റത്തില്ല. ഇത് ഞാൻ അപ്ലൈ ചെയ്യണം. അതെ, നമ്മൾ അപ്ലൈ ചെയ്യണം. എസ്പെഷ്യലി ട്രേഡിങ്ങിലെ കാര്യമാണ്. ട്രേഡിങ്ങിൽ നമ്മളത് അപ്ലൈ ചെയ്താൽ മാത്രമേ പരിപാടി നടക്കത്തുള്ളൂ. അതെ, സൈക്കോളജി. കാരണം അത് 100 പേര് വരുന്നുണ്ടെങ്കിൽ ഇപ്പം എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ PSC എക്സാം എഴുതുന്നതിനോ ഒക്കെ പോലെ തന്നെയാണ് ട്രേഡിങ്ങും. ഈ പറയുന്ന പോലെ എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് എത്ര പേര് പാസ്സാവുന്നുണ്ട്? ആരും പലരും പാസ്സാവുന്നില്ല. എത്ര പേര് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, ബിടെക് കഴിഞ്ഞ ആൾക്കാർ ഇവിടെ സെയിൽസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള 100 പേര് പോകുമ്പോഴത്തേക്ക് എല്ലാവരും പ്രോഫിറ്റബിൾ ആയിട്ട് ഇറ്റ് ഡസന്റ് ഹാപ്പൻ. യൂസ് സം ലോജിക് ഉപയോഗിക്കണം. അതുപോലെ ഈയിടെയൊക്കെ മറ്റേ ഒരു വീഡിയോയ്ക്ക് അതിലൊക്കെ എന്നെ തന്നെ ഇത് ചെയ്തത് ഞാൻ തന്നെ. ഐ ലുക്ക് അപ് ടു ദാറ്റ് സർട്ടൻ പേഴ്സൺ, ഷിജിമോൻ ഒക്കെ ആയിട്ട് ലൈക്ക് സർ. അപ്പം ആളുമായിട്ടൊക്കെ ഉള്ളതിൽ കമ്പയർ ചെയ്യുന്നത് ഈസ് ഇൻ ദീസ് ഗെയിംസ് ഇൻ എന്താ 1990s 2002 ആ ഗെയിമിനുള്ള ആളായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത്രയും ഡംബായിട്ടുള്ള ആൾക്കാരാണ് സത്യത്തിൽ ഇവിടെ ഉള്ളത്. അവർക്ക് മനസ്സിലാവത്തില്ല. സോ ഇപ്പം ഇവിടെ ആണെങ്കിലും ഓരോരുത്തർക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് ഡ്രോപ്പ് ഔട്ടായി അല്ലെങ്കിൽ ഫെയിലായി, പാസ്സായി, സപ്ലൈ അടിച്ചില്ല, അവനവിടെ തീർന്ന് അവന് ഇനിയും പഴി അവങ്ങാനാണ് നടന്നത്. പക്ഷേ ഇവിടെ ഉള്ള എന്തുവാ, ഇപ്പം ട്രേഡിംഗ് എടുത്തതിനെ കൊണ്ട് പറ്റത്തില്ല. അവന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. ആർ യു ഗുഡ് അറ്റ് ദിസ്, ക്യാൻ യു ഡു ദിസ്, ക്യാൻ യു ഡു ദാറ്റ്, ഈ സാധനം ട്രൈ ചെയ്യണം. പക്ഷെ കോളേജിൽ അവർക്ക് ആ ഒരു സാധനം കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ അവരിപ്പോൾ ഒരു ബി ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമില്ല, അവർ പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. അവർക്ക് പേരൻസിന് അവർ പാസ്സായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പിള്ളേർ ഡിഗ്രി എടുക്കണം. അത്രേ ഉള്ളൂ. കാരണം ഇപ്പം നിന്റെ കാര്യത്തിൽ നീ ഇപ്പോൾ ട്രേഡിങ്ങിന് വന്നു, ഇവൻ അപ്പോൾ ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ നോക്കൽ മാത്രമായി. ഇടയ്ക്ക് പിന്നെ ബ്രേക്ക് കിട്ടു. അങ്ങനെ ഇടയ്ക്ക് ഒരു സമയത്താണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ മാർക്കറ്റിംഗ് സൈഡ് ഹാൻഡിൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞ സ്റ്റക്കായിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ മോക്ക് കോൾസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സെയിൽസിന് ഉള്ള ഒരാൾ ഇവനുമായിട്ട് മോക്ക് കോൾ എടുക്കുന്നു. ഇവൻ ക്ലയൻ്റായിട്ട് നിന്നു. ഞാൻ പറഞ്ഞിട്ട് നീ ഒന്നിരുന്നേ ഒരു മോക്ക് എടുക്കട്ടെ. മറ്റവൻ പിച്ച് ചെയ്യുക. ഞാൻ പിച്ച് ചെയ്തിട്ടുണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നീ സെയിൽസ് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ സെയിൽസ് ചെയ്തു. ഇവൻ കൺവിൻസ് ചെയ്തു, സംസാരിച്ചു. ആ സാധനമുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയത്. ഞാൻ പറഞ്ഞു നീ മാർക്കറ്റിംഗ് ഇപ്പോൾ ഫോക്കസ്, നീ സെയിൽസിലൂടെ നോക്കുക പറഞ്ഞു. അങ്ങനെയാണ് സെയിൽസിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇവനാണ് ഇവനാണ് സെയിൽസ് സൈഡ് ഹാൻഡിൽ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവ സംസാരിച്ചു. അപ്പം കുറേ സാധനങ്ങൾ വന്നില്ല. ഇവൻ ആദ്യമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു പേടിയും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഇക്കോമിൻ്റെ കാര്യം പറഞ്ഞ് എന്നാൽ നീ ഒരു കാര്യം സെയിൽസ് ചെയ്യണം, നീ മാർക്കറ്റിങ്ങിനോട്ട്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഐ നോ. ഇപ്പം ഒരു ആൾക്ക് എന്തിലാ എഡ്ജ് കിട്ടുക, അല്ലെങ്കിൽ ഫസ്റ്റ് എഡ്ജ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി സെയിൽസ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറഞ്ഞത്. ഹി ഷുഡ് ബി ഡെവലപ്പിംഗ് ദർ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള എന്തോ നിന്റെ സ്റ്റഫ് ഉണ്ട്, നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. സ്റ്റക്കാവും. ഇപ്പോഴാണെങ്കിലും നിനക്ക് കുറെ സാധനം പറയണമെന്നുണ്ട്, അത് വരുന്നില്ല. അതാണ് നിന്റെ പ്രശ്നം. അപ്പോൾ രാജസൂര്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജസൂര്യ ആ സീറോ ഇതിലാണ് നിന്നത്. സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇവൻ കുറേ കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്, കേൾക്കാറുണ്ട്. ടീച്ചർ പറഞ്ഞാൽ എൻ്റെ കുറേ സാധനങ്ങൾ അടിച്ചു പറ്റാറുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഒരു ഇതിൽ ഇപ്പം നീ മാർക്കിന് കിട്ടി. അപ്പോൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഓക്കെ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നില്ല, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ കണ്ടൻസ് ആയിക്കോട്ടെ. ഇപ്പം എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ടീമിലും കയറുന്നില്ല ഉണ്ടെന്നില്ല. പക്ഷേ ഇത്രയും വർക്ക് എത്തിക്ക് അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഗെറ്റ് ഓൺ ബോർഡ്, വർക്ക് വിത്ത് അസ്, ലെറ്റ്സ് ഡു ടുഗദർ. കാരണം നിങ്ങൾ ഇവിടെ കയറുമ്പോഴും നിങ്ങളൊരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന റിയൽ ലൈഫ് തിങ്ങാണ്. ഇപ്പം നീ മാർക്കറ്റിംഗിൽ എന്താ മാർക്കറ്റിംഗ് ഷോർട്ട് ഫോം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യുന്നത് നിനക്കറിയാം. മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്കറിയാം. നിനക്ക് നാളെ ഒരു ഇക്കോം ബ്രാൻഡ് തുടങ്ങി എന്ത് വേണമെന്ന് നിനക്കറിയാം. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണം എന്നോടൊന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്. നിനക്ക് സെയിൽസിൻ്റെ കാര്യത്തിലാണല്ലോ, എന്തിൻ്റെ കാര്യത്തിലാണല്ലോ, നിനക്ക് നാളെ ഒരു ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് നിനക്കറിയാം. ഒരു സെയിൽസ് ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. പുറത്തുനിന്ന് ഒരാളെ പോലും എടുക്കണ്ട, ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദ തിങ്, ദാറ്റ്സ് വാട്ട് വൈ ഡിഗ്രി ഡസ്. ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇപ്പോഴും കണക്ട് ആയിട്ടില്ല. ആൾക്കാർ കൺസിഡർ ദിസ് ആസ് എ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ അത് കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോക്കേസ് ചെയ്യാറില്ല പല കാര്യങ്ങളും. പക്ഷേ നമ്മൾ ഷോക്കേസ് ചെയ്യും, ഉടനെ വലിയ കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യും. ഇപ്പം ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സംഭവം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ഇൻ കേരള അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആണോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ബിസിനസ് സൈഡിൽ ഇപ്പം നിങ്ങൾ 3 പേരോടെ ചേർന്ന് ഒരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഹോക്സ്വേ ഇൻ്റർനാഷണൽ ചെയ്തു തരും. ദാറ്റ്സ് മൈ കമ്പനി. ഓക്കെ, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സും ബൈ ഡിഗ്രി ഇത് ചെയ്യും. അത് ഓപ്പറേഷൻ സാധനങ്ങളായിക്കോട്ടെ, മാർക്കറ്റിംഗ് സൈഡ് ആയിക്കോട്ടെ, ഫണ്ടിങ് സൈഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഐഡിയ എത്രത്തോളമാണ്, നിങ്ങളുടെ എത്രത്തോളം വർക്ക് എത്തിക്കൊണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും വൈ ഡിഗ്രിയും ഹോക്സയും കൂടെ ചെയ്തു തന്നിരിക്കും. സോ ഇത് ഒരു വലിയ പ്ലാനായിരുന്നു. ഇത് ഞാനിപ്പം ഈ പോഡ്കാസ്റ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, വിൽ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. ഇല്ല, കുറേ ആൾക്കാർക്ക് കിട്ടാത്ത ഈ ഒരു സംഭവമാണ്. കാരണം അവർക്ക് പല ഐഡിയാസ് ഉണ്ടാവും, ഭയങ്കര പ്ലാനിങ് ഉണ്ടാവും, ഇല്ല. പക്ഷെ
അവർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഗൈഡ് ചെയ്യാനാരും ഇവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു സാധനം വർക്ക് എത്തിക്കുക. ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എത്തിക്കില്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യേണ്ട. കാരണം നമ്മൾ മാത്രം കുറേ കഥ പറഞ്ഞു അല്ലെ കുറേ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും എത്താൻ പോകുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ കിട്ടത്തില്ല. ഇവിടെ ഡിഗ്രി ജോയിൻ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ആരും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. കുറേ കഥ കേൾക്കാം, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവും. വർക്ക് ചെയ്തില്ലെങ്കിൽ സക്സസ്ഫുൾ ആകത്തില്ല. തന്നെയാണ് എന്നെ പോലുള്ള കുറേ പേരുണ്ട്. ഇപ്പം ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് കുറേ ബിസിനസ് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ആ ടോക്ക് മാറി ബിസിനസ് സംബന്ധമായിട്ട് കുറേ ടോക്കുകൾ നമ്മപ്പം ചിന്തിക്കും. നമ്മൾ ഇത് ഓക്കെയാണ്, സെറ്റാണ്, നാളെ ചെയ്താൽ നമുക്ക് ഇതുണ്ടാക്കാം. പക്ഷെ പിന്നീട് അതവിടെ വെച്ച് കട്ടാവും. പിന്നീട് നമുക്ക് അതിനുള്ള ഞാൻ പറഞ്ഞ കാര്യമല്ലേ എക്സിക്യൂഷൻ. നീ പ്ലാനിങ് നടത്തും, കുറെ കഥ പറയും, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എക്സിക്യൂഷൻ അതിനുള്ളൊരു സപ്പോർട്ടിങ് ആയാലും നമ്മുടെ വീടിന്റെ അവിടെ ആയാലും പിന്നെ ഫ്രണ്ട് സർക്കിളായാലും നമുക്ക് ബാക്കപ്പിൽ നിന്നൊരു സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആൾക്കാർ കുറവായിരുന്നു. ഇപ്പൊ എബി അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ നമ്മളെ ബാക്കപ്പിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. എബി അവൻ അങ്ങനെ 2-3 ഫ്രണ്ട്സ് എന്റെ പേരിൽ ഈ ബാക്കിലുള്ളൂ. അതായത് അവര് നമ്മളെ ഹുക്ക് ചെയ്ത് എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ബാക്കിയുള്ള പ്രശ്നങ്ങളിലൊക്കെ എല്ലാം മാറി പെട്ട് അവര് മൊത്തത്തിൽ ഡൗൺ അടിക്കും. അവിടെ നിന്ന് മാറി ഒരു നല്ലൊരു വേയിൽ എനിക്ക് മാറാൻ പറ്റി, നല്ലൊരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു കോൺഫിഡൻസ്. പിന്നെ സാറിനെയൊക്കെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല പോരാ. അല്ല, ആക്ച്വലി എബി ആയിട്ട് ഫസ്റ്റ് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത സംഭവമാണ്. കാരണം ഇങ്ങോട്ട് തമ്മിലാണ് കൂടുതൽ സംസാരിച്ചത്, നമ്മൾ തമ്മിൽ പിന്നാണ് നീ ആ ഒരു സാധനമൊക്കെ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് അരുണിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആദ്യം സംസാരിച്ച എബി ആയിട്ടാണ്. അപ്പം എബി ആയിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ, കാരണം ഒരിക്കലും ഒരാളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതുവരെ എൻ്റെ വേറെ ലൈഫിൽ കണ്ടില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രയും സപ്പോർട്ടീവായിട്ട് ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇത്രയും എന്ന് വെച്ചാൽ അവൻ ആദ്യമേ ചെയ്യട്ടെ, ഇല്ല അവൻ ആദ്യമേ എന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ, അവൻ ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ഞാൻ എൻ്റെ കാര്യം നോക്കാം. കാരണം ആളെക്കാട്ടിലും അവൻ എൻ്റെ പണ്ട് ഞങ്ങൾക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പയ്യെ പോയി പണ്ട് കളിയാക്കിയൊക്കെ നടക്കുന്നത്. ഇവൻ ഫുള്ള് യൂട്യൂബ്, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ കളിച്ചടക്കുന്ന നേരം കൊണ്ട് ഇവൻ വെറുതെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ല. പണ്ട് ആ സമയത്ത് ഇവൻ മറ്റേ ഗെയിമിങ് സ്റ്റാർട്ടായി തുടങ്ങി. ആ ടൈമിൽ കൊറോണയ്ക്കൊക്കെ മുമ്പ് അപ്പം മുതൽ ഇവന് ഓരോന്ന് പറയും, ഇപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കും. ഇപ്പോൾ കുറേ മണി ഉണ്ടാക്കണ ആപ്പുകളുണ്ടായല്ലോ, അതിലൊക്കെ ഞങ്ങൾ ഇത് ചേർന്ന് പിന്നെ അതോടെ വെച്ച് നിർത്തി. പിന്നെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതോടെ നിർത്തി. പിന്നീട് എനിക്ക് പിന്നെ ഫുട്ബോളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കിട്ടാത്തൊരു സാധനം അവന് കിട്ടിയോണ്ട് ഇവൻ നീ ഇങ്ങനെ സെലക്ഷന് കാര്യങ്ങൾ നോക്ക്, അങ്ങനെ ഇങ്ങനെ നോക്കി അങ്ങനെ ഇവൻ തന്നെ എന്നെ കൊണ്ടുപോകും. ഇപ്പോൾ ട്രയൽസിനായാലും എവിടെയായാലും. ഇപ്പോൾ ഫിനാൻഷ്യലി ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ച് ഇവൻ രാവിലെ തന്നെ മോർണിംഗ് എഴുതിപ്പിച്ച് ഇവൻ പോവും, നീ കളിക്കുന്ന എന്നെ കൊണ്ട് പറ്റും മറ്റേ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സെലക്ഷനൊക്കെ കിട്ടി. പുറത്തേക്ക് സ്പെയിനിലേക്കൊക്കെ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനത്തെ കൂട്ടുകാരൊന്നും ആരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇല്ല, വളരെ റെയറാണ്. ഒരു സക്സസ്ഫുള്ളിലോ ഒരു അല്ലാത്ത ഒരു പാട്ടിലോ ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കും. ഒരു സെർട്ടൺ സ്ട്രഗിൾ വരുമ്പോഴോ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിളിലോ പലരും കൂടെ നിൽക്കത്തില്ല. കാരണം കൂട്ടുകാരെന്നല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീട്ടുകാരാണെങ്കിൽ പോലും സക്സസ്സിൽ എല്ലാവർക്കും കൂടെ നിൽക്കാൻ ഇഷ്ടമാണ്, സക്സസ്സിൽ എല്ലാവർക്കും സ്നേഹിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സ്ട്രഗിളിൽ എക്സ്ട്രീം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ട്രഗിൾ കൂടെ ഒരു ഏറ്റവും സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ മാത്രമല്ല രണ്ടുപേരും സ്ട്രഗിളിൽ അനുഭവിക്കുമ്പോൾ എപ്പോഴും ആ സ്ട്രഗിൾ നിൽക്കുന്ന ആൾ നിൽക്കണമെന്നില്ല, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരോട് അങ്ങനത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ നിർത്തുക. പിന്നെ ഈ പറഞ്ഞാൽ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തിനും ഈ പറഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നീ ഒറ്റയ്ക്ക് കൂടുന്നതിനേക്കാളും നിൻ്റെ ഒപ്പം ഓടാൻ ആളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. അപ്പം ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ, കാരണം നമുക്കിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം നിനക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇപ്പം ലെറ്റ്സ് ഏറ്റവും കുറച്ച് ബ്രേക്ക് ഡൗൺ ചെയ്താൽ പോലും ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു സൈഡ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ സൈഡ്, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സൈഡ്. അപ്പം ഈ സൈഡിൽ എല്ലാം ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ തലവേദനയുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഭയങ്കര തലവേദന. അപ്പം നിനക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിൻ്റെ ബിസിനസ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകും. അത് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ. സോ ഇൻ ദ ജേർണി അതിനുള്ള ആൾക്കാർ, നിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാർ ഞാൻ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറയും. ഇവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം, ഇവിടെ ഒരാൾക്ക് ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അറിയായിരിക്കും, ഒരാൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വന്ന് ചോദിക്കും പഠിക്കണമെന്ന് പറ, പഠിപ്പിച്ചു തരാം, ഒരു പ്രശ്നമില്ല. യു വിഷ് ഈസ് അവർ കമാൻഡ്. അപ്പം അത് പഠിക്കാം. അത് പഠിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പഠിക്കാം. ഓക്കെ, ഒരാൾക്ക് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നിനക്ക് ടീഷർട്ട് ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ നിനക്കുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നീ കുറച്ചുകൂടെ തെളിയും. നീ പണിയെടുത്ത് മടിമാറ്റി പണിയെടുത്ത് തുടങ്ങുമ്പോൾ നീ കുറച്ചുകൂടെ തെളിയും. അപ്പം അത് കഴിഞ്ഞിട്ട് അതിലോട്ട് സെല്ല് ചെയ്യണമെങ്കിൽ രാജസൂര്യമുണ്ട്, സെയിൽസ് ചെയ്യാം.
ഓക്കെ, അതിൻ്റെ ഓവർസീ ചെയ്യണം, ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യണത് ഇംപ്രാസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇംപ്രാസ് ഇപ്പോൾ ക്രിപ്റ്റോ സൈഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇംപ്രാസ് കൂടുതലും ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നു. അപ്പം അത് ചെയ്യാൻ പറ്റും. യു ഗൈസ് ആർ എ ടീം നൗ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബിൽഡിംഗ് ദ റൈറ്റ് ടീം, ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ ഇൻ. ഇതാണ് ഫസ്റ്റ് തിങ്. അത് ഏത് ബിസിനസ്സിലാണെങ്കിലും ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണത്. അല്ലെങ്കിൽ വലിയ വള്ളിയായിരിക്കും. ഓക്കെ, ഇപ്പം ഇന്ത്യയും ഇപ്പം നമ്മൾ ഈ ഒരു ടീമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, ആ ഒരു ടീമിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ഈ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. കാരണം പല ആൾക്കാരും ലാഗായി പോകുന്നത് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അപ്പം നെറ്റ്വർക്കിംഗ് എത്രത്തോളം നമുക്ക് ലൈഫിൽ ആഡ് ചെയ്ത് തരുന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ആണ് ബേസിക്കലി, നമ്മൾ നെറ്റ്വർക്കിംഗ് ആണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പം നമ്മൾ സംസാരിക്കുന്നത് ഗ്രോത്തിനെ കുറിച്ചായിരിക്കും. അപ്പം ആ സമയത്ത് ലൈക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രൂവ് ചെയ്യാനാണ്. അല്ലാണ്ട് നോർമലി നമ്മൾ സാധാരണ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന പോലെ നമ്മൾ വേറൊരു കുറ്റോ ഇല്ല അവിടെ പോയ കാര്യം ഇവിടെ പോയ കാര്യം ലൂസ് ടോക്സ് അല്ല. ഓക്കെ, വി ടോക്ക് അബൌട്ട് മണി ഓൾ ദ ടൈം. ശരിയാ, നമ്മൾ ഫോക്കസ്ഡ് ആണ് അത്രയും. അത് ഒരേപോലത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ നമ്മൾ ഇരിക്കുമ്പോൾ സ്റ്റുഡൻസ്, ഞങ്ങളിപ്പോൾ 3 കാര്യം എടുത്താലും +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ട്രേഡിങ്, സെയിൽസ്, മാർക്കറ്റിംഗ് ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയില്ല. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ മണി അതിനെപ്പറ്റി അതേ ഉള്ളൂ സംസാരിക്കാൻ. ഇപ്പഴത്തെ ഫിറ്റ്നസും തുടങ്ങി, വർക്കൗട്ടും തുടങ്ങി. അല്ല, എല്ലാവർക്കും പക്ഷെ പേടിയാ. ലൈക്ക് ഈ +2 കഴിഞ്ഞുള്ളൂ, ഞാൻ ചെറിയ ഏജ് ആണ്, റിസ്ക് എടുക്കാൻ പേടി, ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം ഇപ്പം ഞങ്ങൾ 3 പേരും +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി യൂണിവേഴ്സിറ്റി അല്ല, ഇത്രേ ഉള്ളൂ. +2 കഴിഞ്ഞ ആൾക്കാർക്കും ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്കും പല ആൾക്കാരും ഒരു ഏജ് നിൽക്കുമ്പോൾ അവർക്ക് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഞാൻ ഇത് ചെയ്ത് ഓക്കെ ആവുമോ? ചോദിക്കുന്നവരോട് ചോദിക്കണം, ഹൗ മച്ച് മണി യു ആർ മേക്കിംഗ് ബ്രോ? നിനക്ക് പറയാം, ദാറ്റ്സ് മൈ സ്റ്റോപ്പ് ലോസ്. അത്രേ ഉള്ളൂ, ദാറ്റ്സ് മൈ സ്റ്റോപ്പ് ലോസ്. അത്രേ ഉള്ളൂ. നിനക്ക് പറയാം, എൻ്റെ ഒരാഴ്ചത്തെ ഇൻസെൻറ്റീവ് പോലും ഇല്ല. ക്ലോസിംഗ് സെയിൽസ്. അപ്പം ഈ ലെവലിലോട്ട് പോകണം, അതാണ് മെയിൻ തിങ്. പക്ഷെ ഇതിൽ ഒരു അറ്റം വരെ ലൈക്ക് പേരൻസ് അവരെ കുറെ ഒരു സൈഡിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. ബേസിക്കലി നിങ്ങളെ ഒരാൾ ഉപദേശിക്കാൻ വരുമ്പോഴത്തേക്കും ഡു യു വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ് പേഴ്സൺ? അവിടെ നിങ്ങൾക്ക് കുറേ പേരെ ഒഴിവാക്കാൻ പറ്റും. ഹൗ മച്ച് മണി ഈസ് ഹീ മേക്കിംഗ്? ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടുക്ക് ഫോർ ഹിം ടു മേക്ക് ദാറ്റ് മണി? ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഇതിലൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ് പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന കുറേ സെൽഫ് ഡൗട്ടും കൺഫ്യൂഷനും കാര്യങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സമയത്ത് ഇപ്പം ബിസിനസ്സുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ഐ യൂസ് ടു ലുക്ക് അപ്പ് ടു ദം. അവരെന്ന് പറഞ്ഞാൽ ഒരു 50+ ഇയേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ 45+ ഇയേഴ്സ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും. മറ്റേ നാട്ടിലെ പ്രമാണിമാരുണ്ടല്ലോ, മറ്റേ പൊട്ടക്കണ്ടിലെ തവള. ലിറ്ററലി എൻ്റെ നാട് അത്ര വലിയ വൈഫൈ സിറ്റി ഒന്നുമില്ല. അവിടെ ഓക്കെ റിച്ച് പീപ്പിൾ മേ ബി ഒരു 100 കോടി പോലും ഇല്ല, കുറച്ച് കോടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രീമിയം കാറൊക്കെ ഉണ്ടാവും, അത്രയും നല്ലൊരു വീടുണ്ടാവും, ആ ഒരു സെറ്റപ്പിലുള്ള ആൾക്കാർ. അപ്പം അവർ ഞാനായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവർ കുറേ ബിസിനസ് ഐഡിയാസ് പറയും. ബിസിനസ് ഐഡിയാസ് എന്ന് വെച്ചാൽ ഹൗ ദേ ഡു ബിസിനസ് എന്നുള്ള കുറേ സാധനങ്ങൾ പറയും. അവരുടെ ഒരു അഡ്വൈസ് വരും. അപ്പം ഈ അഡ്വൈസ് എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ച് വെച്ച അഡ്വൈസുകൾക്ക് ഓപ്പോസിറ്റാണ്. സോ ബേസിക്കലി ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് ഇത്രയൊക്കെയാണ് ചെയ്യണമെന്ന് ആഗ്രഹം, ഇതാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് ബിസിനസ് ചെയ്യാൻ. പക്ഷേ വലിയ കാശുകാർ എന്നോട് പറയുന്നത് ഇത് തെറ്റായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ്, ഇങ്ങനെയല്ല, തിരിച്ചാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് വീട്ടുകാരും അമ്മയും ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയും. അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ലിറ്ററലി ഒന്ന് ആലോചിച്ച് നോക്ക്. ബിടെക് 10ാം ക്ലാസ്സിൽ എനിക്ക് 98% മാർക്കുണ്ട്. +2 പോയ ആലമ്പ് അടി വേളം പ്രശ്നം. കോളേജിൽ പോയിട്ട് അത് പറയാൻ പറ്റത്തില്ല. അമ്മാതിരി പണി കാണിച്ച് ഡ്രോപ്പ് ഔട്ട് ആയിട്ടിരിക്കുന്ന മോനെ വിശ്വസിക്കത്തില്ല. അത് ആരുടെയും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം. അപ്പം ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. ഇപ്പം അമ്മയ്ക്കുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ മറ്റേ അന്ന് പ്രസംഗത്തിന് വന്നപ്പം അമ്മ പറഞ്ഞൊരു സാധനമില്ലേ, അന്ന് എല്ലാവരും പറഞ്ഞ സാബിർ, എൻ്റെ അനിയൻ, അമ്മ എല്ലാവരും പറഞ്ഞൊരു സാധനം, എന്തു വന്നാലും ഡീൽ ചെയ്യും, ധൈര്യമുണ്ട്, ചെയ്തോളും. ആ സാധനം എത്തി. അത് ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ടിട്ട് എത്തിയതാണ്. അത് കുറേ സ്ട്രഗിളൊക്കെ അമ്മയ്ക്ക് അറിയാം, അല്ലെങ്കിൽ എൻ്റെ കുറേ സ്ട്രഗിളിൽ അമ്മ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പറഞ്ഞു തന്ന കാര്യമല്ല. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പേര് കേട്ട ഒരാളുടെ ഒരു ബിസിനസ് ഒരു മീറ്റിംഗ്, ഒരു കോൺക്ലേവിന് വേണ്ടി ഞാൻ പോയിട്ട് അവിടെ ഇരുന്ന്, അപ്പോൾ ഇയാൾ ക്ലാസ് എടുക്കുകയാണ്, ഒരു ഡേ സെഷനാണ്. അപ്പം അന്ന് അത് എനിക്ക് അങ്ങനല്ലാതെ ഒരു രീതി കിട്ടി, ഞാനന്ന് പോയതാണ്, ജസ്റ്റ് കാണാൻ പോയതാണ്. അപ്പം അന്ന് അവിടെ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈസ് എ ബിഗസ്റ്റ്, ഈ സമ്മൺ ഹൂ ട്രെയിൻസ് അതർ പീപ്പിൾ. അപ്പം നിങ്ങൾക്ക് പേര് പറഞ്ഞാണ് അനിൽ ബാലേന്ദ്രൻ. ഈയിടെ ഏറെ കയറിയില്ലേ മറ്റേ
തെണ്ടികള് ആ സാധനം. അപ്പം പുള്ളിയുടെ ഒരു ബിസിനസ് പരിപാടിയാണ്, പുള്ളി അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ എനിക്കൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ മരിച്ച സമയത്ത് ഒരു ഇതിൽ ഞാൻ പോയതാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് കാണാൻ പോയി. പുള്ളി കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. പുള്ളി ക്ലാസ് എടുക്കുന്നവന്മാർ മറ്റേ കോടീശ്വരന്മാർ, ഞാനീ പറഞ്ഞ പൊട്ടക്കണ്ടിലെ തവളകളുടെ അച്ഛന്മാരുമാണ് ഇയാൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം ആ ലെവലിൽ നിൽക്കുന്ന ആളാണ്. ഹീ ഈസ് മേക്കിംഗ് മണി ദ വേ ഹി ഡസ് സെയിൽസ്. കണ്ടുപിടിക്കണം. കാരണം അയാൾ നിന്നെ ഞാൻ ക്ലോസ് ചെയ്യുമെന്ന് ആ പബ്ലിക് ആയിട്ട് പറഞ്ഞിട്ട് അയാൾ ക്ലോസ് ചെയ്യും. സോ ഡാം ഗുഡ് ആയിട്ട് അയാൾ എന്ത് പറഞ്ഞാലും എനിക്ക് അയാൾ അറിയാൻ. കാരണം അയാൾ ഒന്നും ഇല്ലാത്തടത്തൊന്നും തുടങ്ങിയതാണ്. ഭയങ്കരമായിട്ട് ആളുടെ വീഡിയോസിന് ഒരു ഭയങ്കര പവർ, ആളുടെ വീഡിയോസിന്. ഡാം രാവിലെ വന്ന് വൈകിട്ട് വരെ സെയിം എനർജി, ബും ബും എന്ന് പറഞ്ഞിട്ട് മടിച്ചു വിടും. റിയലി റെസ്പെക്ട് ആൾക്കാർ. കാരണം പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാം. എൻ്റെ നാട്ടിൽ തന്നെ ഒന്നും ഇല്ലാത്തടത്ത് തുടങ്ങി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ്സുകൾ കുറേ തുടങ്ങി പൊട്ടി, എന്നിട്ടാണ് പുള്ളി ഇവിടെ എത്തിയത്. ഹീ ഈസ് പ്ലേയിങ് ദ സോളിഡ് ഗെയിം നൗ. അപ്പം നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ക്ലാസ്സിൽ പുള്ളി ഇത് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ച് എൻ്റെ തോട്ട്സ് ആയിരുന്നു ശരി. എൻ്റെ തോട്ട്സ് ആയിരുന്നു. കാരണം അവിടെ വന്നിരുന്ന ഈ പുള്ളി ക്ലാസ് എടുക്കുന്നവർ 40 കഴിഞ്ഞത് 50 കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതല്ല, ഇതാണ് ശരി, തിങ്ക് ലൈക്ക് ദിസ്. ഞാൻ അവിടെ ബ്രേക്കിന് നേരെ ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചേ. അമ്മ പുള്ളി പറഞ്ഞു എൻ്റെ തോട്ടാ ശരി, ഇനി നിങ്ങൾ എന്നോട് മിണ്ടാക്കരുത്, ഞാൻ തീരുമാനിക്കും. ലിറ്ററലി ഇറ്റ് ഹാപ്പൻഡ്. ഇത് നടന്നൊരു കാര്യമാണ്. അപ്പം അന്ന് ഈ പറഞ്ഞ എനിക്കുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയ തോട്ടല്ല. എൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു. എൻ്റെ ഇച്ചിരി റഫ് ലൈഫ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാരെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡെവലപ്പായ തോട്ട് പ്രോസസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ ബോൺ ഇൻ്റലിജൻ്റ് ആണ്, ചിലപ്പോൾ അതായിരിക്കാം, വാട്ട് എവർ. അപ്പോൾ ഈ ഒരു സംഭവമുണ്ട്. അപ്പം നിങ്ങളോടാണേലും ബാക്കിയുള്ളവരോടും എനിക്ക് പറയാനുള്ള ഏറ്റവും ടോപ്പ് ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ, ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു ചെയ്യുക. റിസ്കിനെ പറ്റി ആലോചിക്കണമെന്നല്ല. ഇഫ് യു ഗോട്ട് ദ ബോൾസ്, റിസ്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. കാരണം സേഫ് പ്ലേയിൽ ആരും ഒന്നും എത്തിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാശ് ഉണ്ടാക്കി സേവ് ചെയ്തു, സേഫ് സൈഡിൽ പയ്യെ കോമ്പൗണ്ട് ചെയ്ത് ഗ്രോ ചെയ്താൽ മതി. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ എന്തും ചെയ്യാം, റിസ്ക് ചെയ്യാം. കാരണം നമ്മളെപ്പോഴും നമുക്കില്ലാത്തൊരു കാര്യം ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളത് ചേസ് ചെയ്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുണ്ട്. വരുമ്പോഴും അത് തന്നെയാണ്, ആൾക്കാർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം. അന്ന് ഒരു 10,000 രൂപ റിസ്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ചോദിക്കും, ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ ചോദിക്കുക. ഈ ചോദിക്കുന്നവരും എൻ്റെ ഡിഗ്രിക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. അതാണ് എനിക്ക് പൊട്ടും. അല്ല, ആക്ച്വലി അവർ വേണേൽ 1ഉം 2ഉം കോഴ്സ് എടുത്തും വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പിനും പോയി ഗാംബ്ലിങ്ങിനും പോയി പൈസ കളഞ്ഞവരായിരിക്കും പറയുന്നത്, ബ്രോ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിക്കണോ, ഇത്രയും ക്യാപിറ്റലൊക്കെ ആദ്യമേ ഇടണോ, ആ രീതിയിൽ അവർ കൺസേൺ ആയിട്ടാണ് ചോദിക്കുന്നത്. ആണ് പ്രശ്നം, ആൾക്കാരുടെ പ്രശ്നം ഇതാ. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിനൊരു സാധനം പേ ചെയ്യണം. നമുക്ക് എല്ലാ സാധനങ്ങളും കൈ വെച്ച് എല്ലാ സുഖവും വെച്ചുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തും കഷ്ടപ്പെട്ടു എല്ലാ ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടോ അവിടെ, യു ആർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് ദം. അടിക്കത്തില്ല ആ ഗെയിം അവർ കളിക്കും. പക്ഷെ ഇതിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എൻ്റെ 10 ലക്ഷം രൂപയുണ്ട്, അല്ലെ 10 കോടി രൂപയുണ്ട്, മൊത്തം പോയി. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഇത് എത്ര പേര് പറയും എൻ്റെ കാശിന് വിലയില്ലാത്തതുകൊണ്ടല്ല. 10 കോടി രൂപ പോയാലും 10 ലക്ഷം രൂപ പോയാലും ഒരു പ്രശ്നമില്ലാത്ത ഉണ്ടാക്കിയത് ഞാനാ. കാശുണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയത് ഞാനാ. കാശുണ്ടാക്കാനുള്ള കഴിവ് എൻ്റെ ഉണ്ട്. കാശേ പോയിട്ടുള്ളൂ, കഴിവുണ്ട്. ആ കഴിവിലാണ് എൻ്റെ വിശ്വാസം. ഞാൻ ബെറ്റ് ചെയ്യുന്ന എൻ്റെ കഴിവിലാ, എൻ്റെ പൈസയിലല്ല. പൈസ ഈസ് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്. ഒരാളുടെ ഒരു ലൈക്ക് കമ്മ്യൂണിക്കേറ്റ്, ആളുടെ മെയിൻ എന്ന് വെച്ചാൽ ആൾ ഈ ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ്, ലൈക്ക് കുറച്ച് ആൾക്ക് അഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, മറ്റേ ഒരു മുടി ഇങ്ങനെ കെട്ടിയ ടീം? അതെ ഞാൻ ആ വീഡിയോ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും കണക്ട് ആവുന്ന സംഭവമാണ്. 50,000 വെച്ച് അല്ലും കാണും. എല്ലാവർക്കും ഒരു സംഭവം ഉണ്ട്. ഇപ്പം കുറച്ച് പൈസ കയ്യിലുണ്ടപ്പോൾ ഭയങ്കര കൺസേൺഡ് ആയിട്ട് പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അവരെന്ന് വെച്ചാൽ അത്രയും പൈസ കിട്ടുള്ളൂ. പക്ഷേ ആളുടെ ഒരു മൈൻഡ് വെച്ചാൽ 50,000 എടുത്തുകൊണ്ട് പോകുന്നേ പൊക്കോട്ടെ, കാരണം എൻ്റെ സ്കില്ല് എൻ്റെ കയ്യിലുണ്ട്. ആളുടെ സ്കിൽ കമ്മ്യൂണിക്കേഷന്, ആളത് വെച്ചാണ് ആൾ ഏൺ ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കാശ് മൊത്തം പോയാലും എനിക്ക് തിരിച്ചുണ്ടാക്കാൻ ഒരുപാട് സ്കിൽ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മോർ ഓവർ ലൈക്ക് ഒരു യൂഷ്വൽ സ്റ്റഡീസ് എന്നുള്ളതിനേക്കാളും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഈ ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റിസ്ക് എടുക്കാം. ലൈഫിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. അവിടെ നിങ്ങൾക്ക്
ഒരാളുടെ അണ്ടർ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർ ആവാൻ നിങ്ങൾക്ക് പറ്റും. അത് കുറച്ച് സെൽഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾ ഒരിക്കലും പൈസയുടെ പുറകെ അല്ല പോകേണ്ടത്, അവരുടെ സ്കില്ലിൻ്റെ പുറകെ. എത്രത്തോളം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഡോണ്ട് കെയർ അബൌട്ട് ദ മണി. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, പൈസ നോക്കിയിട്ട് കാര്യമില്ല. മണി ഈസ് വാട്ട് വി പേ, വാല്യൂ ഈസ് വാട്ട് വി ഗെറ്റ്. ഇതാണ് കൺസെപ്റ്റ്. അപ്പം നിങ്ങൾക്കൊരു സ്കില്ല് വേണോ, നിങ്ങൾ ഇത് സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ യു ഷുഡ് സ്പെൻഡ് ഇറ്റ് ഓൺ യുവർ സെൽഫ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസകൾ. പൈസ ഇസ് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് പട്ടിണി കിടന്നു, അല്ലെങ്കിൽ ഞാൻ ബ്രോക്കായി, എനിക്ക് ഒരു പ്രശ്നമില്ല. ലിറ്ററലി ഇപ്പം നീ പറയത്തില്ലേ വീട്ടിൽ പൈസ ഇല്ല, അല്ലെ ഫുഡ് കഴിക്കാൻ കാശില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ കാശ് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് പണിയെടുക്കും. ഐ ഡോണ്ട് കെയർ. അപ്പം കാരണം ഞാൻ അങ്ങനെ തന്നെ ഞാൻ വളർന്നു വന്നേ. ഞാൻ ഇതുപോലെ റിസ്ക് എടുക്കും, പട്ടിണി കിടക്കും. ഇതൊരു എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ചിലർ പറയുന്നത് എന്താ അതിനനുസരിച്ച് നിങ്ങൾ സേഫായിട്ട് തന്നെ കളിക്കണം, അല്ലെങ്കിൽ ഇത് ഇത്ര സേവ് ചെയ്ത് വെക്കണം, ഇത്ര രൂപ ഇതിന് മാറ്റി വെക്കണം, ഇത്ര രൂപ അതിന് മാറ്റി വെക്കണം. ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ശമ്പളക്കാരൻ മാറ്റി വെക്കുന്നതിൻ്റെ കാര്യം എന്താ? അവൻ ആ പൈസ പോയാൽ തിരിച്ചു പിടിക്കാൻ അറിയത്തില്ല. കാരണം അവന് സ്കില്ലില്ല. അവൻ്റെ പൈസയുണ്ട്, സ്കില്ലില്ല. പക്ഷേ എൻ്റെ പൈസ വേണ്ട, എനിക്ക് സ്കില്ലുണ്ടായാൽ മതി. 10 കോടി വെക്കോട്ടെ, ഒരു കുഴപ്പമില്ല, 100 കോടി ഉണ്ടാക്കും. ഈ കോൺഫിഡൻസ് പൈസയുടെ പുറത്തുള്ളതല്ല, സ്കില്ലിൻ്റെ പുറത്തുള്ളതാണ്. ദാറ്റ്സ് ഗെയിം. പേരൻസിന് പക്ഷേ ഈ ഒരു സംഭവം അറിയില്ല. കാരണം എൻ്റെ മക്കൾക്ക് എന്ത് സ്കില്ലാണോ ഉള്ളത് അതിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു സാധനം പേരൻസിന് ആർക്കും അറിയില്ല. പേരൻസിന് സ്കില്ലില്ല. ബേസിക്കലി അതാണ്. അവരും ആ ഒരു യൂഷ്വലി ഇത് പഠിച്ചു വന്നത് എന്താ, കഴിയുന്നു, ഇപ്പം ഡിഗ്രി എടുക്കുന്നു, ഒരു ജോബിന് പോകുന്നു, 9 to 5 ജോബ് ചെയ്യുന്നു. പിള്ളേർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. നമ്മുടെ ഒരു അമ്മമാരുടെ അച്ഛന്മാരുടെ ജനറേഷൻ വെച്ചാൽ അത് തന്നെയാണ്. അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അവർ താമസിക്കുന്ന ജില്ല വിട്ടുപോലും അവർ പുറത്ത് പോയിട്ടുണ്ടാവില്ല, ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടാവില്ല, ഫാമിലിയായിട്ടൊരു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവില്ല. അപ്പം അത് എനിക്ക് കുറേ കാര്യം മനസ്സിലാവും. അത് ബേസിക്കലി കുറേ ആൾക്കാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ ഒരുപാട് എടുത്ത് നടക്കുന്ന കേസ് തന്നെയാണ്. ഇതിൽ വേറൊരു കാര്യം, ഇപ്പം എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഒരു 6 മക്കളാണ്. അച്ഛനാണ് ഏറ്റവും ഇളയത്. അച്ഛനാണ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി ഉള്ള ഒരാളുടെ അച്ഛനാണ് ഡോക്ടർ. അപ്പം അതെ ഈയിടെ മറ്റേ ഏത് ഒരുത്തം പറയുന്നിട്ട് എൻ്റെ ഇവിടെ പിന്നെ പറയാം. അപ്പം ഒരു കഥയുണ്ട്. മറ്റേ അങ്ങനെ പറഞ്ഞിങ്ങനെ ഞാൻ ഇതെല്ലായിടത്തും പറയുന്ന കഥയാണ്. ബ്രോക്കി ആയിരുന്നിട്ട് വലിയ ഇത് ബ്രോക്കി ഒന്നുമല്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, ജോലിക്കാർ, അവർ അത്യാവശ്യം സേഫ് പോകും. ഞാൻ ഒന്നും ചെയ്യാതെ പൊട്ടിപ്പോയാൽ പോലും അവർക്ക് ജീവിക്കാനുള്ള അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവരത് ചെയ്തത് ഡിഗ്രി അടിച്ചിട്ട് തന്നെ, അതിലൊരു കുഴപ്പമില്ല. ഇതിൽ വേറെ ഒരുത്തം പറഞ്ഞിട്ട് ഞാൻ മറ്റേ എന്ത് കുടിലിൽ നിന്ന് വന്നതാന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങാണ്ടൊക്കെ ഞാൻ എൻ്റെ എല്ലാ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഡോക്ടർ ടീച്ചറാണ്. അതിലെനിക്കൊരു മോശമില്ല. അപ്പം ഞാൻ ഡ്രോപ്പ് ഔട്ട് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു, മിഡിൽ ക്ലാസ് ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതിനപ്പുറം ലാംബോർഗിനിയോ കേട്ടിട്ട് പോലും ഇല്ല. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെന്തോ ഭ്രാന്താണ്, വട്ടന്മാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എൻ്റെ അമ്മ പറയുന്നത് നിനക്ക് വട്ട. അപ്പം സീരിയസ്ലി ഉണ്ടായ സംഭവം, ഞാൻ ഒരു ദിവസം അമ്മ എൻ്റെ മുറിയിൽ കയറി വന്ന്, അപ്പം ഞാനിങ്ങനെ എന്തോ കണക്ക് കൂട്ടി എടുത്തൊക്കെ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഒരു 10 ലക്ഷം നാണയം വേണം, അടുത്ത ആഴ്ച ഒരു 25 ലക്ഷം വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഇത് കേൾക്കുന്നവന്മാർ വരെ വന്നേക്കാം, അവന് 10 ലക്ഷം കുറയ്ക്കടാന്ന്. ഡേയ് നിനക്കില്ലാത്തോണ്ടോ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം മോഹൻലാൽ ഇടുന്ന വാച്ചിൻ്റെ ലാലേട്ടൻ്റെ വാച്ചിൻ്റെ വരെ എത്ര 8 കോടി രൂപയും 10 കോടി രൂപയുടെ വാച്ച് പുള്ളിയുണ്ട്. മറ്റവന് ഒരു 50,000 രൂപയുടെ വാച്ച് പോലും കണ്ടിട്ടില്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ അയാളെ പോയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്താ, അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തിട്ടില്ലാത്തതും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മക്കളാണ്. ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ചിന്തിക്കാൻ. പിന്നെ അവനെ കൊണ്ട് പറ്റത്തില്ല, അവരെഴുതിത്തുള്ളൂ. കാരണം നമ്മുടെ മോനല്ലേ അവൻ, അംബാനിയുടെ മോനല്ലല്ലോ. ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഇത് അവരുടെ കുഴപ്പമല്ല, അവർ അച്ചീവ് ചെയ്തിട്ടില്ല. സൈക്കോളജിക്കലി അവർ അച്ചീവ് ചെയ്ത്, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും പൊതുവേ ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം വേറൊരുത്തൻ അച്ചീവ് ചെയ്യുവാണെങ്കിൽ അവനെ എന്തൊക്കെ കുറ്റം പറയാം, അവൻ്റെ ഒരു ചെറിയ കാര്യം മതി തീർച്ചയായും. കാരണം അവർക്ക് പ്രൂവ് ചെയ്യണം അവനേക്കാളും ബെറ്റർ ഞാൻ വെറും മണ്ടനാ, പക്ഷെ അവൻ ശരിയല്ല. ഈ സാധനം പ്രൂവ് ചെയ്യണം. ദേ ഹാവ് ദാറ്റ് തിങ്. അത് ആൾക്കാർക്കെല്ലാം ഉള്ളൊരു സംഭവം. അത് വീട്ടുകാർക്കാണെങ്കിലും ഈ ഒരു സംഭവം ഉള്ളത്. അവർ എൻ്റെ അമ്മ കൊണ്ട് പറയുമായിരുന്നു, മറ്റേ ഞാൻ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം പറയും, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. മറ്റേ മലർപ്പൊടിക്കാൻ്റെ സ്വപ്നം എന്നുള്ളൊരു സാധനം പറയും. അപ്പം ഞാൻ പണ്ട് ഐഫോൺ എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും മലർപ്പൊടിക്കാൻ്റെ എല്ലാത്തിനും അമ്മ പറയുന്നൊരു വാക്ക്, അമ്മ പറയുന്നൊരു ടേമാണ് ഇത്, മലർപ്പൊടിക്കാൻ്റെ സ്വപ്നം. അപ്പം ഈ ഫോണിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഉമ്മ ഇത് പറയും. ഞാനപ്പോൾ ആദ്യത്തെ എൻ്റെ ഐഫോൺ എടുക്കുക, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് 10 ആദ്യം എടുത്ത്. അതിന് മുന്നേ ഒരു ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ പൈസ കൊണ്ട് എടുത്ത കുറച്ച് സാധനങ്ങളാണ്. മാക് ബുക്ക് എടുത്ത്
ഐഫോൺ എടുത്തു. ഐഫോൺ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ള ആഗ്രഹം. എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ മേടിച്ച് തന്നിട്ടില്ല, ഞാൻ തന്നെ ഫോണൊക്കെ എടുത്ത്, പിന്നെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി, പിന്നെ അമ്മ എനിക്ക് പൈസ കൊണ്ട് തന്നു, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എടുത്ത ഫോണ്. അപ്പോൾ ഞാൻ ഐഫോൺ എടുത്തിട്ട് നേരെ അമ്മ എടുത്ത് കൊണ്ട് കാണിച്ചിട്ട്, കണ്ടോ ഇത് മലർപ്പൊടിക്കാരൻ്റെ അല്ല, ആ ഗെയിം ഐ പ്ലേ ദാറ്റ് ഗെയിം. അപ്പം പിന്നെ അമ്മ ഓരോ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സാധനം ഞാൻ മേടിക്കാൻ തുടങ്ങി. 1 ലക്ഷം രൂപയുടെ മാക്ക്, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം വാച്ച്, അതും മറ്റേ മല്ലികാ സുകുമാരൻ പറയുന്ന പോലെ ഇത്ര രൂപ മോനെ നിനക്ക് എന്തോ പണിയെന്നായിരിക്കും ഉപയോഗിക്കുന്നത്. എടാ എൻ്റെ 1 മാസത്തെ ശമ്പളമാടാ, അല്ലെ 3 മാസത്തെ ശമ്പളമാടാ ആ ഗെയിം. അപ്പം ഈ ലെവലിലാണ് അമ്മ അതിനെ ചിന്തിക്കുന്നത്. എന്തിനാടാ ഈ പൈസയൊക്കെ കുറച്ച് എനിക്ക് തന്നൂടെ. അപ്പം എൻ്റെ 3 മാസത്തെ ശമ്പളമാണ് ആ ഗെയിം പറയും അവർ. അപ്പം ഇടയ്ക്ക് ദുബായി പോകുന്നു, ഇടയ്ക്ക് ഇവിടെ പോകുന്നു, ഇടയ്ക്ക് മസ്കറ്റിൽ പോകുന്നു. അമ്മ രാവിലെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഞാൻ രാവിലെ ചിലപ്പോൾ വീട്ടിൽ കാണും, എന്നിട്ട് വൈകിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ആ സാധനമൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അമ്മ ചായ കുടിക്കാൻ വന്നേ. അപ്പോൾ ഐ പ്ലേ ദാറ്റ് ഗെയിം. അത് 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ദുബായി പോകുമ്പോഴത്തേക്കും, ആദ്യമായിട്ട് ദുബായി പോയ സമയത്താണ് ദുബായി പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നത്, സാരി, ബാഗ്, വാച്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അമ്മ ഇപ്പോൾ എന്നോട് ചോദിക്കുക, സോപ്പും ചീപ്പും കണ്ണടയൊന്നും ഇതൊന്നും പറ്റത്തില്ല. അപ്പോഴാണ് മറ്റേ ഇതൊരു കൺവെൻഷനാണ്. ദുബായി പോയിട്ട് വന്ന ദുബായിക്കാരൻ, ദുബായ് പെട്ടി പറക്കൽ പരിപാടി ഉണ്ടല്ലോ, അതിൽ സോപ്പ്, ചീപ്പ്, കണ്ണട, സ്പ്രേ, ഷാമ്പു, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പം ലിറ്ററലി അത് മേടിക്കാൻ എളുപ്പമാണ്, വലിയ ചിലവൊന്നുമില്ല. ഒരു ഇവിടെ ഇങ്ങനെ മലയാളികൾക്ക് നാട്ടിൽ വരുമ്പോൾ എടുക്കാൻ വേണ്ടി മാത്രം സ്റ്റോറുകളുണ്ട്, അവിടെ പോയി ബണ്ടിലായിട്ട് എടുത്തിടാം. ഞാനത് മേടിച്ചില്ല, എൻ്റെ അമ്മയ്ക്ക് മറ്റേ ലക്ഷ്യം, എന്നാലും നീ അത് കൊണ്ടുവന്നില്ലല്ലോ, എൻ്റെ ചങ്കോട്ട് പോയി. മനസ്സിലായോ? അതും ഈ പറഞ്ഞ ഒരു കൺവെൻഷനാണ്. ദുബായിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും സാധനം വരും, കുറച്ച് പേർക്ക് ഇത് കൊടുക്കണം, കുറച്ച്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത പ്രാവശ്യം പോയിട്ട് വന്നപ്പം എക്സ്പെൻസീവ് ഒന്നും കൊണ്ടുവന്നില്ല. ഇങ്ങനെ ഒരു പെട്ടി, ഒരു വലിയ പെട്ടി നിറച്ച് സോപ്പ്, ചീപ്പ്, കണ്ണട, എനിക്കറിയത്തില്ല എന്തൊക്കെ, ഞാൻ ഇങ്ങനെ ഇട്ടത്, ഇങ്ങനെ തട്ടിയിട്ട് കൊണ്ടുവന്നു. ചോക്ലേറ്റ്സ് അങ്ങനെ കൊണ്ടുവന്നു. ഭയങ്കര ഹാപ്പി. അപ്പോൾ എനിക്ക് മനസ്സിലായി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിറ്റിൽ തിങ്സ് മേക്ക് ഹാപ്പി. അപ്പം പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ദാറ്റ് വർക്ക്സ് സംടൈംസ്, പ്രത്യേകിച്ച് അമ്മമാരുടെ കാര്യത്തിൽ ദാറ്റ് വർക്ക്സ്. അതെ, അമ്മമാരുടെ കാര്യത്തിൽ ഇതേക്കും. അപ്പം അന്ന് ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എൻ്റെ അമ്മയ്ക്കും അത് തന്നെ. അപ്പം അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവർക്കൊരു കൂസലില്ല, അവൻ ചെയ്യും. ആ ഗെയിമായി, അവിടുന്ന് ഗെയിം മാറി. അപ്പം ഞാൻ പണ്ട് ഞാനൊരു 1 ലക്ഷം രൂപയുടെ ഐഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം, ഫോൺ എടുക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വാച്ച് എടുക്കുമെന്ന് പറയുമ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്ന അമ്മ 3 കോടി രൂപയുടെ പോർഷെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴേ വേണ്ട, കുറച്ചുകൂടെ ഈ ഗെയിം എത്തി. സോ ദിസ് ഈസ് ദ തിങ്. സോ പേരൻസ് വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു. ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ദേ വിൽ ഗെറ്റ് ദാറ്റ് യു ആർ നോട്ട് നോർമൽ. ലിറ്ററലി പച്ചയായിട്ട് അവരുടെ ഭാഷ പറഞ്ഞാൽ അവനെ വട്ട, അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അമ്മേൻ്റെ അമ്മയ്ക്കൊക്കെ ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം വന്ന അമ്മയ്ക്കൊന്നും ഒരു ടെൻഷനും ഇല്ല, ഒരു ടെൻഷനില്ല, കൂളായിട്ട് നിൽക്കും. ഇപ്പം ഏതൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തമ്മേ കൂളായിട്ട് ഇരിക്കുന്നത്? കൂളാണ്. എടാ നീയൊക്കെ അങ്ങ് അറ്റം കണ്ടവനല്ലേ, നിനക്കിതൊക്കെ ഒരു പ്രശ്നമാണ്. ലൈക്ക് അത്ര കൂളാണ് അമ്മ എൻ്റെ കാര്യത്തിൽ. പക്ഷെ എൻ്റെ അനിയൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. അപ്പം അവരങ്ങനെ ട്രെയിനായി വന്നേ. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഹെർ സൺ ഈസ് കേപ്പബിൾ ഓഫ് എന്ന് പറയാം. ഇപ്പം എൻ്റെ അമ്മ എവിടെയും കയറി ധൈര്യത്തെ പറയും, എൻ്റെ മോനുണ്ട്. ഇത് എത്ര പേരുടെ അമ്മമാർ പറയും? ഈ പറയുന്ന അമ്മമാരും അച്ഛന്മാരും പറയുന്ന കേട്ട് മക്കൾ വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ എത്ര അമ്മമാർ പറയും? പണ്ട് ഞാൻ ഇത് പറയട്ടെ, ഇതമ്മ കേൾക്കുന്നുണ്ടോ എന്തോ. അപ്പം ഇതിൽ വേറൊരു കഥയും കൂടെ പറയാനുണ്ട്. ഇത് കഥ പറഞ്ഞ് പോവല്ലോ, മോട്ടിവേഷൻ അല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ ഈ പണ്ട് ഇത് കഴിയുമ്പോൾ വിളിക്കും, അമ്മയല്ല, അതേ കഴിഞ്ഞ ദിവസം എന്നോട് നാണുണ്ടോ നിനക്ക് പബ്ലിക്കായിട്ട് ഇന്ന് ഡേറ്റിംഗ് ടിപ്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഒരു കഥ എന്ന് വെച്ചാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു സ്കൂളിൽ ടീച്ചറിൻ്റെ മോനൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ പഠിക്കുന്നവനാണ്. അവൻ മറ്റേ നല്ല കുഞ്ഞ് ചമഞ്ഞ് ചെറ്റയാണ്, പക്ഷേ നല്ല കുഞ്ഞ് ചമഞ്ഞ് ഇത് ചെയ്യുന്ന. അവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ 50 മാർക്ക് കിട്ടിയാൽ 99.9 മാർക്ക് എന്ന് പറഞ്ഞ് തള്ളും. അപ്പോൾ ലിറ്ററലി ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ട്. അവന് കിട്ടിയ മാർക്ക് കറക്റ്റ് അവൻ എന്നോട് പറയും, പക്ഷേ ഇവൻ്റെ അമ്മയോട് പറയുന്നത് വേറെ മാർക്കായിരിക്കും. അപ്പം അമ്മ ഒന്ന് എൻ്റെ അഞ്ചത്ത് കയറും, നീ ഇങ്ങനെ നടന്നോ, നീ അവളുടെ മോനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറയാം, അമ്മയ്ക്ക് സത്യം അറിയത്തില്ല, ഇതാണ് സംഭവം, വിശ്വസിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് വേറെ പലരും എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോൾ അവരുടെ മോൻ എഞ്ചിനീയറിങ് പോയി, അവരുടെ മോൻ ഡോക്ടറായി, അല്ലെങ്കിൽ അങ്ങനെ ആ ഗെയിം. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് പരിപാടികൾ വന്ന് മാറി തുടങ്ങിയത്, ഇടുങ്ങി തുടങ്ങി, റിച്ച് ഗെയിം. പിന്നെ KNW ആയി, ഇൻ്റർവ്യൂസ് ആയി. ലിറ്ററലി ഒരു ഓഫീസിൽ എൻ്റെ അമ്മ വന്ന് ഉദ്ഘാടനം ചെയ്തു. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു പബ്ലിക്
ഇതാണ്. അപ്പം ആള് ഇതുപോലെ പ്രസംഗം പരിപാടികൾ കുറേ കോർഡിനേഷൻ കുറേ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്തോളാം. അപ്പം ഈ സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് ഞാനത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിറ്ററലി അങ്ങനെ ഒരു പൊസിഷനിൽ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റും. ലിറ്ററലി ഇൻ ദ ഫ്രണ്ട് സീറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കഥ. മറ്റേ നമ്മുടെ ഈ ലോഞ്ച് ഇവൻറ്റിന് വന്നിട്ട് അവിടെ ഇരുന്നവരോട് പറഞ്ഞത്, അവിടെ ഇരുന്നവരെയല്ല എന്നോട് വന്ന് പറയും ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ. അതായത് ലൈക്ക് അവിടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ചിക്സ് എല്ലാവരും ആൾക്കാരെല്ലാം മറ്റേ കൊണ്ടിരുത്തുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവരോട് അമ്മ ഫ്രണ്ടോട്ട്, ഇത്രയേ ഉള്ളൂ ഗെയിം. അപ്പം അവിടെ ഫ്രണ്ട് സീറ്റിലിരുന്നാണ് അമ്മ കണ്ടത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മയുടെ മറ്റേ ഡോക്ടർ മോൻ്റെ പുതിയ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് അവൻ്റെ അമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഞാൻ പറയും ട്രോമ എൻ്റെന്ന്, ഞാൻ ഈയിടെ കൂടെ പറഞ്ഞുള്ളൂ. അപ്പം അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് കമ്പനി ഉണ്ടോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടോ, അതായത് ഇവിടെ മറ്റേ മോൻ്റെ ഇൻ്റർവ്യൂ എന്ന് കാണിച്ച് ഞാൻ പറയും ലൈക്ക് ഐ ഡു ദാറ്റ്. കാരണം അവർക്കൊരു റിയേഷൻസ്, അമ്മ ഡോൺ കെയർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ നിയമസഭയുടെ അവാർഡെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യത്തെ വിളിച്ച് പറയുക, അമ്മ നിയമസഭയിൽ അവാർഡ് സ്പീക്കർ, അമ്മ ഏതാണ്ട് അവിടുത്തെ മറ്റേ അയൽവക്കത്തെ കുടുംബ കേസ് ഏതാണ്ട് ആന്തരമായിട്ട്. എന്നിട്ട് ഇങ്ങനെ ലിറ്ററലി അമ്മയത് വിശ്വസിച്ചില്ല. നിയമസഭയിലെ അവാർഡെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാനന്ന് പോയ ദിവസം ആണ് അനിയനോട് പറഞ്ഞപ്പോൾ അനിയനും ഇതേ റിയാക്ഷൻ, മൂഡ് പോയി. ലിറ്ററലി എനിക്ക് എൻ്റെ അമ്മയും കൊണ്ട് പോകണമായിരുന്നു. കാരണം കേരള നിയമസഭ കാണിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ ഡോക്ടറിനും ഈ പറഞ്ഞ എഞ്ചിനീയറിനും പറ്റത്തില്ലല്ലോ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ മൊമെന്റ്. അപ്പം അതിനെ വിളിച്ച് എൻ്റെ മൂഡ് കളഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ ലൈക്ക് അമ്മയെ വരണേന്ന് പറയാൻ വിളിച്ച മൂഡ് പോയി. അനിയനോട് പറഞ്ഞു, അമ്മയുടെ നാളെ ഇതുപോലെ ഒരു പരിപാടി വേണം. അവനും ഇതുപോലെ വലിയ കോഴ്സിലൊന്നുമില്ല. എന്നിട്ട് വേറെ തന്നെ പറയുന്നു. എന്നിട്ട് അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ആകാശിനെ വിളിച്ചപ്പോഴാണ് ഇവർ ആദ്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ വലിയ മൂഡൊന്നും ഇല്ലാതെ പോയൊരു പരിപാടിയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മൂഡ് പറയും കേട്ടോ. ഇറ്റ് വാസ് ബേക്ക്, വലിയ പരിപാടിയായിരുന്നു. സോ അപ്പം പറഞ്ഞു വന്ന കാര്യം, എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞാൽ അമ്മമാരിങ്ങനെയാണ് അച്ഛന്മാരിങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയട്ടെ, ഇതുപോലെ ഇനിഷ്യൽ ടൈമിലും ട്രേഡിങ് സമയത്തും അല്ലാത്ത സമയത്തും എല്ലാം എൻ്റെ അമ്മ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈനാൻഷ്യലിയും അല്ലാതെ എല്ലാം എന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛനായിട്ട് എപ്പോഴും ജഗിളായിരുന്നു. കാരണം ആൾ മറ്റേ IQ ലെവൽ ഭയങ്കര ഉള്ള ആൾ. അപ്പം ഞാൻ മറ്റേ പിഴച്ച മോൺ തിങ്. അപ്പം യൂസ് ടു ഫൈറ്റ് എലോട്ട്. അപ്പം അമ്മ വാസ് ലൈക്ക് ദ മിഡിൽ. അപ്പോൾ അങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഓ ടു മൈ മദർ. ആ ഒരു സംഭവം ഉണ്ട്. അപ്പം ടേക്ക് കെയർ ഓഫ് യുവർ മദർ. അപ്പം നിങ്ങൾ അപ്പം BMW കാര്യം പറഞ്ഞില്ല. അപ്പം BMW വേറെ ഡോക്ടർ മോൻ്റെ BMW ആണോ അവൻ്റെ അമ്മ വരുന്നത്? അയ്യോ അത് പറയാൻ മറന്നു. അപ്പം ഈ സാധനം പറയും. അപ്പം ലൈക്ക് നമുക്ക് ഈ മെറ്റീരിയലിസ്റ്റ് തിങ്സ് ഉള്ളതിനേക്കാളും നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അതിന് ശരിക്കുള്ളൊരു ഹാപ്പിനെസ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ 1 കോടിയുടെ ഇവിടെ വായിച്ചിരുന്നു, 5 കോടിയുടെ ഇവിടെ വായിച്ചിരുന്നു, ലൈക്ക് യു ഡോണ്ട് കെയർ എനിമോർ. വന്ന വഴി മറക്കുക എന്നുള്ളത് മാത്രമല്ല സപ്പോർട്ട് ചെയ്തവരെ പക്ഷേ വന്ന വഴി താഴോട്ട് വലിക്കുന്നവരെ കട്ട് ചെയ്ത് കളയും വേണം. ദാറ്റ്സ് 2 things. കാരണം ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഓക്കെ നിന്നെ കൊണ്ട് എന്തും പറ്റും എന്നുള്ളൊരു സാധനം നിനക്ക് തന്നെ വരും. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹൈ ഉള്ളത്. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഓക്കെ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഹൈ പരിപാടികളൊന്നും സൈലത്തിൻ്റെ അനന്തമില്ലേ, അനന്ത് എനിക്ക് അറിയാം. അപ്പം എൻ്റെ ഒരു ഇൻവെസ്റ്ററൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞൊരു കഥയാണ്. അനന്ത് ബെൻസ് എടുത്തപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞൊരു കാര്യമോ, ബെൻസ് എടുത്തപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് വീട്ടിലോട്ട് കൊണ്ടിടാൻ വഴിയില്ലെന്ന്. അപ്പം എന്നോട് ഇവരായി കഥ പറഞ്ഞത്. അപ്പം മനസ്സിലായി ഇതൊക്കെയാണ് ആൾക്കാരുടെ ആവശ്യം. ബെൻസെടുത്ത് സത്യത്തിൽ അതാണ്. ഓക്കെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇട്ടു, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ കുടുംബം മൊത്തം. ഇപ്പം നീ ഒരു BMW എടുത്ത് നിൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ കൂടെ അതിൽ പോകുന്നു. ഇതാണ് നിൻ്റെ മൊമെൻറ്റ്. എടുക്കുന്ന മൊമെൻറ്റ് എന്താ, ഓക്കെ യു ക്യാൻ ഡു ബെറ്റർ എന്നുള്ള ഒരു സാധനം നിനക്കുണ്ടെങ്കിൽ ലൈക്ക് ദാറ്റ്. അപ്പം എല്ലാവരും ആ ഒരു പ്രൈസ് പേ ചെയ്യണം. വീട്ടുകാരെ എതിർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. കാരണം നിങ്ങൾ അതിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ നിങ്ങൾ എത്തുമെന്ന് ആഗ്രഹിച്ചതിൻ്റെ 100 ഇരട്ടി മോള് നിങ്ങൾക്ക് എത്തി അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ദെയർ ലൈഫ് വിൽ ബി ലൈക്ക് ലിവിങ് എ ഡ്രീം. കാരണം അവർ ആ റിയാലിറ്റിയിലോട്ട് എത്തത്തില്ല. മോൻ അല്ല, എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം ഡിഗ്രിക്ക് കയറിയ സമയത്ത് അറിയാം, ഞാൻ വിളിച്ച് ചോദിച്ചു ഡിഗ്രി കയറണോ വേണ്ടാന്ന് പറഞ്ഞു. എന്നെ ഇമോഷണലി എന്നെ ക്ലോസ് ചെയ്തു. എന്നെ വിളിച്ച് ചോദിച്ചിട്ടാണ് കോളേജിൽ പഠിക്കാൻ പോയത്. വിളിച്ചിട്ട് ഇതുപോലെ ചേട്ടാ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമുണ്ട്, ഞാൻ പൊക്കോട്ടെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയ പ്രശ്നമാണ്, വെറുതെ സമയം കളയണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവൻ വലിയ കാര്യമുള്ള കോഴ്സിനൊന്നും അല്ല പോയി, വെറുതെ ഒരു ഡിഗ്രിക്ക്. അല്ല കാര്യമുള്ളതിനാണെങ്കിൽ ഞാൻ പിന്നെയും പറഞ്ഞേനെ അത് പോകണ്ടെന്ന്. പോയി. അപ്പം നേരെ അമ്മ എന്നെ ക്ലോസ് ചെയ്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നീ +2 കഴിഞ്ഞ് നിന്റെ ക്വാളിഫിക്കേഷൻ നാളെ നിനക്കൊരു കല്യാണം വരുന്ന സമയത്ത് നിന്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പം നിനക്ക് ഡിഗ്രി ഇല്ലെന്ന് പറഞ്ഞാൽ പെണ്ണ് തരുമോ? ഫസ്റ്റ് തിങ് അതുകൊണ്ട് നീ +2 കഴിഞ്ഞിട്ട് നീ ഡിഗ്രി പഠിച്ചില്ല, നീ മണ്ടനാന്ന് ആൾക്കാർ വിചാരിക്കത്തില്ലേ? ഈ 2 സാധനത്തെ എന്നെ ക്ലോസ് ചെയ്ത്. സെക്കൻഡ് തിങ്ങിനേക്കാളും എന്നെ ക്ലോസ് ചെയ്ത് ഫസ്റ്റ് തിങ്ങില. കല്യാണം കഴിച്ചിട്ട് ഡിഗ്രി വേണം, ഡിഗ്രി വേണമെന്ന്. അപ്പൊ എന്റെ അമ്മ എന്നോട് കല്യാണത്തിന്റെ ഈടെ പറഞ്ഞപ്പോഴത്തേക്ക് കല്യാണം ആലോചിക്കണം, നിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ എന്ത് വെക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അമ്മ CEO Y ഡിഗ്രി. അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിൾ സുബിനസ്പി. എത്ര ഉള്ളു, അതിലും വലുതൊന്നും അല്ല ഒരു ഡിഗ്രിയും. ആ ഗെയിം പ്ലേ ദ ഗെയിം. ആ ഒരു 4 മാസം ഞാൻ കോളേജിൽ പോയപ്പോഴും എനിക്ക് അവസാനം മനസ്സിലായി. കാരണം അവിടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അവിടെ നിന്ന് എനിക്ക് വാല്യൂ. കാരണം നേരത്തെ ഡിഗ്രിയുടെ ആണെങ്കിലും കോളേജ് ലൈഫ് ആ ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്. It's all about having fun, having some experiences, some backstabs, some breakups, some fights. ഞാൻ ആക്ച്വലി ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ കുറച്ച് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ അത് മലത്തുന്നൊക്കെ പറഞ്ഞാൽ പോയത്, അപ്പോഴേ ഞാൻ പറഞ്ഞത് ഒന്നും മലത്താൻ പോകുന്നില്ല. കോളേജിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വ്ളോഗ് കാര്യങ്ങൾ ഇടാൻ പറ്റി തന്നെ ജിം ഇടയ്ക്ക് മുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അത് വന്നോണ്ട് അതുവരെ ഉണ്ടായിരുന്ന ട്രാക്ക് ഉണ്ട്, എനിക്ക് കോളേജ് കയറിയപ്പോൾ എനിക്ക് ബ്രേക്കായി. അപ്പോൾ എനിക്ക് ആ സാധനം അടിച്ചു. കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, കാരണം എൻ്റെ ഡ്രീംസ് വളരെ വലുതാണ്. അപ്പം അത് ഞാൻ കോളേജിൽ പോയി ഈ 4 വർഷം അവിടെ പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് സാധനം കിട്ടൂല. ഓക്കെ, ഈ ഒരു 4 വർഷം കൊണ്ട് ഞാൻ ഇപ്പം തുടങ്ങിയ 4 വർഷം കഴിയുമ്പോൾ എവിടെ എത്തുന്നുള്ള സാധനം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സെയിം സാധനം തന്നെ എനിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ടീം വേണം. അപ്പം അങ്ങനെയാണ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ചെയ്തത്. അപ്പം അതിപ്പോൾ അതും എൻ്റെ വലിയൊരു ഡിസിഷനായിട്ട് ഞാൻ കാണുന്നത്. കാരണം നീ അത് ആദ്യം പറഞ്ഞപ്പോഴും എനിക്ക് ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്യുമോ സ്റ്റിക്ക് ഓൺ ചെയ്യുമോ വർക്ക് ചെയ്യുമോ. പക്ഷേ കൊള്ളാം ചെറുക്കൻ. പോകും കേട്ടോ, മറ്റേ സാധനം പോവും, ഇമോഷണൽ സാധനം പോവും. ക്യാമറയൊക്കെ വരട്ടെ, ഇതൊക്കെ ഗുണം ചെയ്യും ഭാവിയിൽ. ഇത് ഈ സാധനം വെച്ചിട്ടായിരിക്കും മറ്റേ ഇമാൻ ഗേഴ്സ് ചെയ്യുന്നവരെ പണ്ട് ഞാൻ ഇതായിരുന്നു ട്രാൻസ്ഫോർമേഷൻ തിങ്. അപ്പം ഇപ്പം നീ കരഞ്ഞിട്ടുള്ളിടത്തെല്ലാം പോയി നെഞ്ചു പിരിച്ച് നിൽക്കാൻ പറയണം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നരകിച്ച ഒരു സ്ഥലം എൻ്റെ കോളേജാണ്. ലിറ്ററലി ബിക്കോസ് എനിക്ക് എല്ലാ കഥയും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മറ്റേ ഒരാധത്തിനുള്ള അനാവശ്യ മോട്ടിവേഷനാണ്. ലൈക്ക് മൈ കോളേജ് വാസ് ലൈക്ക് മൈ റോക്കി KGF. ഈ ഗെയിമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനോട് ഇറങ്ങാനേ നേരം ഉണ്ടായിരുന്നു. അപ്പം ഇവർ വന്ന് ഭയങ്കര ശല്യമാണെന്നേ, ഭയങ്കര ടോർച്ചർ ചെയ്യും നമ്മൾ. മറ്റേ പ്രശ്നം ഇടിയുണ്ടാക്കിയ പ്രശ്നം, ക്ലാസ്സിൽ കയറിയില്ലേ പ്രശ്നം, അറ്റൻഡൻസ് ഷോർട്ടേജ് ആയ അവർ അറ്റൻഡൻസ് വെറുതെ ഇട്ട് തരത്തില്ല, അസൈൻമെൻറ്റ് വെച്ച് തരത്തില്ല. ഇതൊക്കെ നിയമങ്ങളാണൊക്കെ. അവരുടെ പ്രിൻസിപ്പിൾസുമായിട്ട് ഒരിക്കലും നമുക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല. ആ മാതിരി ഗെയിമായിരുന്നു. അതുകൊണ്ട് എന്നും ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ലിറ്ററലി ദെയർസ് എ തിങ് ദാറ്റ് ഹാപ്പൻഡ് വൺസ്. ഒരു സമയം ഉണ്ടായി, നല്ല നടപ്പ് കാരണം എൻ്റെ സെക്കൻഡ് ഇയറിൽ എൻ്റെ വീട്ടുകാരെ വിളിച്ചു. കഥ ഞാനെങ്കിലും പറഞ്ഞിട്ടില്ല, ഫ്രഷാ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇനി എൻ്റെ അമ്മേനെ വിളിക്കുക. അയ്യോ, ഇപ്പം തന്നെ മറ്റേ 99+ ഗോൾസ് എന്നൊക്കെ അമ്മയോട് വേണം വിളിച്ച് ചോദിക്കാം, അമ്മേ ഞാൻ ആ കഥ പറഞ്ഞോട്ടെ. ശരി, ലൈവായിട്ട് അമ്മയെ വിളിച്ചായിരുന്നു. ഇറങ്ങി കാണുന്നൊന്നുമില്ല. അപ്പം അന്ന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഫസ്റ്റ് വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഒന്നെങ്കിൽ ഇവനെ ഈ കോളേജിൽ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവനെ ഇയർ ബാക്ക് ആക്കും. സോ ദേ വാണ്ടഡ് ടു കിക്ക് മീ ഔട്ട്. ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു സെനേറിയോയിൽ എന്നെ എത്തിച്ചിട്ടുള്ള കോളേജ് ലൈക്ക് ലിറ്ററലി എന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം സ്കൂളിലൊക്കെ അത്യാവശ്യം ഹാപ്പിങ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, സ്കൂളിൽ മോൻ ഇപ്പം കരഞ്ഞിട്ട് ഇറങ്ങിയെങ്കിൽ എന്താ മോൻ ചീഫ് ഗസ്റ്റായിട്ട് അവിടെ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, എൻ്റെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട്. വെൽ പ്ലേഡാണ്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ സോ എന്തെങ്കിലും ഒരു മേജർ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കോളേജിൽ പോകും. രാത്രി ആകുമ്പോൾ കോളേജിൽ പോകും. അവിടെ നിന്ന് ഫ്രണ്ടിൽ ഇൻ്റർവ്യൂ എടുത്തപ്പോഴും ഞാൻ പോയി. ഇത് കഴിഞ്ഞ് ദുബായിൽ നിന്ന് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത ഒരു ദിവസം ഫോട്ടോ ചെയ്ത് ഡിസ്കൗണ്ടിൽ ഇട്ടായിരുന്നല്ലോ കോളേജ്. അത് തന്നെ. അപ്പം ഞാൻ അതപ്പരോട് പറഞ്ഞൊരു കാര്യം, അന്ന് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇമോഷണലി തളർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള, അത് അവരുടെ കുഴപ്പമല്ല, പഠിക്കാൻ വരുന്ന കുറച്ച് പിള്ളേരുണ്ടല്ലോ, അവരെയും കൂടെ നശിപ്പിക്കാൻ വരുന്ന ഒരുത്തന്നെ അവരെ പിന്നെ എന്തോ ചെയ്യണം. അപ്പം അങ്ങനെ അത്രയും എന്നെ ഇമോഷണലി ഡൗൺ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളും മല്ലകളും ശല്യങ്ങളും എല്ലാം നേരിട്ട ഒരു സമയമാണ് എൻ്റെ കോളേജ് ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയി അപ്പോഴത്തേക്കും അവിടെ ഉള്ള എല്ലാവരും, അവിടുത്തെ ഒരു പ്രിൻസിപ്പളൊക്കെ ഉണ്ടോ, അയാളൊക്കെ കൊണ്ട് ശല്യമായിരുന്നു. എൻ്റെ ഒരു 4 ഫ്രണ്ട്സ് ആ കോളേജിൽ പഠിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അയാൾ പുള്ളി എന്നോട് പറഞ്ഞാൽ നീ ഒന്നും ഗതി പിടിക്കത്തില്ല, ഐ എം ഹിയർ ബ്രോ, വേർ യു, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞൊരു സംഭവം അതാ, ഞാൻ അന്ന് ക്യൂബൻ സിഗാർ വലിച്ചുകൊണ്ട് മറ്റേ 10,000 രൂപ അങ്ങോട്ട് കുപ്പി അടിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് അടിച്ചിട്ടുണ്ടായി പറയുന്നത്. ഞാൻ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത്, ആ കണ്ടന്റ് ഇതുവരെ ഏറിയിട്ടില്ല. ഈ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും ആ കണ്ടന്റ് അറിയാം. പണ്ട് ഞാൻ ഈ ഡിഗ്രി പാസ്സായില്ലെങ്കിൽ അലഞ്ഞെരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞ് ശരിയാ. ഇപ്പോൾ ദുബായി പോയി, കഴിഞ്ഞ മാസം ഒമാനിൽ പോയി. എന്നിട്ട് ഇപ്പം ക്യൂബൻ സിഗാറും
മറ്റേ ഐറിഷ് വിസ്കിയും കൂടെ ഇതിന്റെ മുന്നിൽ നിന്ന് അടിക്കേണ്ടെന്ന് ശരി അറിഞ്ഞു തിരിയേണ്ടി വരുന്നുണ്ട്. ബട്ട് യാ ഇതായിരുന്നു കണ്ടത്. അല്ല ഇനി ഒരു കോള് വരും ചീഫ് ഗസ്റ്റ് ആയിട്ട് അല്ലേ. ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു കാണാൻ ഞാൻ പോവും. മറ്റേ തല കുണിച്ച് നോക്കിയെടുത്ത് എൻ്റെ അമ്മ ഇങ്ങനെ നോക്കട്ടെ, ആ സാധനം ദാറ്റ്സ് എ ഗെയിം. അപ്പം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം മറ്റേ എന്താ കരഞ്ഞെടുത്തൊക്കെ പോയി പൊട്ടിച്ചിരിക്കണമെന്ന് പറയത്തില്ലേ, ആ സാധനം. എംബ്രേസ് സ്ട്രഗിൾസ്. എന്തോരം സ്ട്രഗിൾ അനുഭവിക്കാൻ പറ്റും അത്ര അനുഭവിക്കുക. എങ്കിലും നീ ഒരു കാര്യം നേടുമ്പോഴത്തേക്ക് അതിനുള്ളൊരു ഇതുണ്ടാവുള്ളൂ, കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടാവുള്ളൂ. സോ സ്ട്രഗിൾ ചെയ്യാൻ പേടിയുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇതൊന്നും. അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആവുക, സ്ട്രഗിൾ ചെയ്യുക. നിന്നെ സ്ട്രഗിൾ ചെയ്യാൻ പോയി. ഞാൻ രാത്രി ആക്ച്വലി 2:30 വിളിച്ച് ചേട്ടനെ വിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ കാരണം അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലായാലും എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന സെയിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഇമോഷൻ ആയിട്ടിരുന്നാലും ആ സാധനം കഴിഞ്ഞിട്ട് അടുത്ത കൂടെ വിളിച്ചേ പറ്റുള്ളൂ. അപ്പം ആ ഒരു സാധനം എതിരത് പറ്റാതെ ഇവിടെ ഇപ്പം ഇന്നത്തെ ഈ ദിവസം എന്തൊക്കെ വള്ളിയാ ഡീൽ ചെയ്തെന്ന് എനിക്കതിൽ ഇത് രണ്ടാമത്തെ പോഡ്കാസ്റ്റ്. വി ആർ സപ്പോസ് ടു ഡു വാട്ട് വി ആർ സപ്പോസ് ടു. അപ്പം എനിക്ക് അന്നേരം സാധനം കിട്ടിയതും കാരണം അമ്മ വിളിച്ചിട്ട് ഓരോ കാര്യം പറയുന്നു. ലൈക്ക് ആ ഒരു സാധനത്തിന് ഇമോഷണൽ ഡൗൺ ആകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കോൾസ് നമുക്ക് ക്ലോസിങ്സ് വേണം, സെയിൽസ് നടക്കണം. അതായത് നേരെ നെക്സ്റ്റ് കോൾ വിളിക്കുന്നു. ലൈക്ക് കംപ്ലീറ്റ് ഡേ വെൽക്കം ടു ദ ക്ലബ്, ദിസ് ഈസ് എ ഗെയിം. ഞാൻ ബ്രോക്ക് ആയിരുന്ന ടൈമിലാണ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് നീ ഓക്കെ ആണെന്ന് ചോദിച്ചത്. അപ്പം ആ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടി. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കുറേ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി കാരണം ലൈക്ക് ഞാൻ എത്തുന്ന ലെവലിലേക്കുന്ന ആൾക്കാർ എന്നെക്കാളും ഇതൊന്നും ഒന്നുമല്ല. ഓക്കെ, ഇതിൻ്റെ അപ്പുറം സ്റ്റേജ് കണ്ടിട്ടാണ് അവർ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ ഒന്നും എത്തിയിട്ടില്ല. സോ എൻ്റെ ഒരു മോട്ടിവേഷൻ അതാണ്. എനിക്കും ആ ഒരു ഇതിൽ ഇപ്പം ഇതല്ല, ഇതിൽ കൂടുതൽ സ്ട്രഗിൾസ് എനിക്കിനി വരും. സോ ഞാൻ അതിന് ഫേസ് ചെയ്യണം. സോ ഞാൻ പ്ലാൻഡ്. അത്രേ ഉള്ളൂ. എടേ ഇപ്പം യു ഹാവ് നോ ഐഡിയ അബൌട്ട് ദ സ്ട്രഗിൾസ് ഐ ഫേസ്ഡ്. അത് ഞാൻ പറയുന്നത് ഞാൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ പറയാൻ കുറേ കഥകൾ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കഥകൾ ടീസർ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. റിയൽ എക്സ്ട്രീം സിറ്റുവേഷൻസിന്റെ ഒരു 5% പോലും ആയിട്ടില്ല. 5% പോലും. എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിത് ആരോടോ പറഞ്ഞല്ലോ ഈയിടെ, ആരോടോ പറഞ്ഞു. അപ്പം ലിറ്ററലി ഒരാളുടെ ഒരു 50-60 വയസ്സിലുള്ള അനുഭവിക്കേണ്ട ഒരു സാധനം താൻ തന്നെ 20s അനുഭവിച്ച് കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളൊരു സംഭവം. പക്ഷേ ദാറ്റ്സ് വാട്ട് മേക്ക് എസ് സ്ട്രോങ്ങർ. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചെറിയൊരു സാധനം വന്ന് വീണ് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നാൽ വീണ് പോകുന്നതായിരിക്കും 90% ആൾക്കാരും. ആൻഡ് സ്റ്റിൽ ഐ എം സ്റ്റാൻഡിങ് എന്നുള്ളത്. കാരണം അന്ന് ഇനോഗ്രേഷൻ ഇതിൽ വന്നിട്ട് എന്നെ ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയാവുന്ന സാബർ, എൻ്റെ അനിയൻ, അമ്മ, ഇവർ 3 പേരും പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്: മൈൻഡ് സെറ്റ്, ധൈര്യം. അനിയൻ പറഞ്ഞതാ, അമ്മയും പറഞ്ഞതാ, സാബറും പറഞ്ഞതാ. അപ്പം അത് ഏത് ലെവലിലായിരിക്കും ആ സാധനം. എനിക്ക് ഒത്തിരി കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. നീറ്റായിട്ടും പറഞ്ഞതാ. കാരണം അവരും എല്ലാവരും ഒരേ കാര്യം പറയണമെങ്കിൽ ഏത് എക്സ്ട്രീം സിറ്റുവേഷൻസ് സാബർ എന്നോട് പറഞ്ഞൊരു സാബർ മറ്റേ നോക്കിയൊരു നോട്ടം വേണ്ട ക്ലിപ്പ് ചെയ്തില്ലായിരുന്നു. ഇതിലും പല എക്സ്ട്രീം സിറ്റുവേഷനും നമ്മൾ നേരിട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ സീൻ സാധനങ്ങൾ, ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പം അതുണ്ട്. അതുപോലെ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ പ്രൈസ് യു ഹാവ് ടു പേ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അല്ല ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ഇവിടുന്ന് ഞാൻ ഏൺ ചെയ്ത ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് അന്ന് ഒരു പൈസ വീണ സമയത്ത് ആദ്യം ഞാൻ ഒരു 1000 രൂപ വിട്ടുകൊടുത്ത് അമ്മയ്ക്കാ. ആദ്യമേ അത് കഴിഞ്ഞിട്ട് ബാക്കി കൊടുത്തു. ഫസ്റ്റ് എനിക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, എൻ്റെ ചേച്ചിക്ക് ഇട്ട് കൊടുത്തു, എൻ്റെ വേറെ ചേച്ചിക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്നുവെച്ചാൽ എൻ്റെ കൂടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ കിട്ടിയെടുത്തു തീർന്നു. ഒരു 3-4 പേരുണ്ട്. അപ്പം ആദ്യം അതിനകത്തുനിന്ന് അവർക്ക് വേണ്ടി ഇട്ട് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വിളിച്ച് കിട്ടിയ റെസ്പോൺസ് ആയാലും ലൈക്ക് ആ ഒരു റെസ്പോൺസ് തന്നെ ഹാപ്പി ആയിരുന്നു. ലൈക്ക് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ചേച്ചി ഞാൻ 500 രൂപ കൊടുത്തപ്പോൾ പറഞ്ഞ വേറെ ചേച്ചി പറഞ്ഞതാ, ഇതിൻ്റെ അപ്പുറത്ത് നിനക്ക് 2-3 വെച്ചിട്ട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. മൈൻഡ് സെറ്റ് പയ്യൻ ട്രാക്കിലെ ഓക്കെ ആ ഒരു സാധനം. അപ്പോൾ അത് ഭയങ്കര ഡ്രൈവാണ്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഇതിൻ്റെ അപ്പുറം ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണത്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഈ ഒരു ഏജ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് അവർ ഡൗട്ട്ഫുൾ ആയിരിക്കും ചെയ്യാൻ പറ്റുമോ. സോ ഞാനൊരു കാര്യം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ കുറേ നാളായിട്ട് ഞാൻ വിളിക്കാൻ എൻ്റെ ഫ്രണ്ടിനെ അവൻ്റെ ബർത്ത്ഡേക്ക് വിഷയമാണ് ഞാൻ വിളിച്ചത്. അപ്പം ആ സമയത്ത് അവൻ ആക്ച്വലി ഇപ്പം അവൻ്റെ ഗേൾ ഫ്രണ്ട് കേസ് അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പൊക്കി അത്യാവശ്യം സീനായിട്ട് മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്നു.
അതുകൂടെ അവന്റെ കോഴ്സിന്റെ കാര്യം അങ്ങനെ ഗേൾഫ്രണ്ടിന്റെ കേസ് അവളുടെ വീട്ടിൽ പൊക്കിയതിന് ഇവൻ ഡൗട്ട്. നീ അവനെ മേലെ നീ വിളിക്കരുത്. ഇനി അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കത്തില്ലെന്ന്. ഇതാവസ്ഥ ഒരുപാട്. ഇത്ര ആലോചിച്ചാൽ മതി. ഇവൻ എവിടെ നിൽക്കുന്നു? അവന്റെ ഒരു ദിവസം പ്രശ്നം എന്താ? അവന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ അവന്റെ കാര്യം പൊക്കിയതാണ് അവന്റെ പ്രശ്നം. നിന്റെ പ്രശ്നം എന്താ? നിന്റെ വീട്ടിൽ ഫുഡ് ചെല്ലണമെങ്കിൽ നീ പണിയെടുക്കണം. ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിനാണ് ഇത്ര ഡൗൺ ആയിട്ടിരിക്കുന്നത്. എടാ അത് 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു കേസ് കഴിയും. നീ ഇതിന് ഇത്ര ഡൗൺ. കാരണം അവൻ്റെ ദിവസം അവൻ CMA പഠിക്കുക. അവന് ലൈക്ക് അതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവന് നല്ല ജോലി കിട്ടിയാലേ നാളെ ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നതിന് പെണ്ണാലോചിക്കണമെങ്കിൽ അവന് ജോലി വേണം. എനിക്ക് ഇങ്ങനത്തെ മാരെ കണ്ടുകൂടാ. ബേസിക്കലി ചില ആൾക്കാരുടെ വലിയൊരു ജീവിത ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത് ഒരു പെണ്ണുണ്ട്, ആ പെണ്ണെ കല്യാണം കഴിക്കാന്നുള്ളത്. ഐ ഡോണ്ട് ലൈക്ക് ദെയർ കൈൻഡ് ഓഫ് മാൻ. ഐ ഡോണ്ട് കോൾ ദം മാൻ. എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. ബട്ട് നമ്മൊരു ഗോള്, നമ്മുടെ ഒരു ലൈഫ് ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്ത ഒരാൾ നമ്മുടെ കൂടെ. അതേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യത്തിൽ വളരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അവസാനം നമ്മൾ എന്തായി മാറുന്നു, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്ന സമയത്തായിരിക്കും വാട്ട് വി റിയലി വാണ്ട് എന്ന് മനസ്സിലാവും. അത് ഫ്രണ്ട്സിലുണ്ട്, റിലേഷൻഷിപ്പിലുണ്ട്. അതെ, റിലേഷൻഷിപ്പിലും എല്ലാത്തിലും ഉണ്ട്. എല്ലാവർക്കും കിട്ടില്ല. എല്ലാം കിട്ടില്ല. കാരണം ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് സഹിക്കും. കാരണം അവന് വേറെ പെണ്ണിനെ കിട്ടൂലെന്ന് അവനെ തന്നെ അറിയാം. മറ്റേ കാശ്, നമ്മളൊക്കെ ഇതിന്റെ കാര്യം പറഞ്ഞാൽ കാശ്, അവന്റെ കാശ് പോയാൽ അവന് വേറെ കാശ് വരാനില്ല, കാരണം സ്കില്ലില്ല. അതുപോലെ തന്നെ ആ പെണ്ണ് പോയാൽ വേറെ പെണ്ണ് കിട്ടില്ല, സ്കില്ലില്ല. സോ ബേസിക് തിങ്. അപ്പം ആ ഒരു ഇൻസെക്യൂരിറ്റിയുടെ കൊടുത്ത് അവൻ എന്തും സഹിക്കും, ക്ഷമിക്കും. മറ്റേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എടാ നീ ഇത് കാണുന്നുണ്ടോ? അവനാണെങ്കിൽ മൂരോ കള്ളോടിയാ. അവനിപ്പോൾ ഈയിടെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ജാനുവരി. ആ പെണ്ണ് കാണട്ടെ, അവളോട് കള്ളം പറഞ്ഞിട്ടാണ് ഇവൻ കുടിക്കുക. അവൻ കുടിക്കത്തില്ലെന്നാണ് അവിടെ വിചാരിക്കും. ഇവൻ പൂലോക കുടിയനെ. ഞാൻ അത്യാവശ്യം കല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ട്. വേറൊരു കൂട്ടുകാരൻ്റെ കഥ ഉണ്ട്, അടുത്ത് പറയാം. അപ്പം ഇവൻ കൊള്ളത്തൊരു, അപ്പം ഇവനാണ് അടിച്ച് ഭയങ്കര അലമ്പൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ ഒന്നാലട്ടും ആ ഒരു പരിപാടിയും ഒക്കെ കാണിക്കും. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇന്നപ്പോൾ ഞാൻ അലട്ടാതെ അടങ്ങിയിട്ട് വെള്ളമടിച്ച് വയറ്റിക്കണം ഇത് പറയുമോ. എന്നിട്ട് പെട്ടെന്നൊരു കോൾ വന്നു. ഈ പെണ്ണ ഇപ്പം കോൾ എടുത്തിട്ട് എടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹലോ, ഈ ലിറ്ററലി ദാറ്റ് ഹാപ്പൻ. പൂക്കിയല്ലവൻ. അപ്പം അവൻ എന്നിട്ട് വന്ന് പിന്നെ ഒരു കാണിക്കാൻ ഒരാറ്റ അടിയാൻ കൊടുത്ത് തെറച്ചു പോയി കിടക്കണം പോകുമ്പോൾ ഇറങ്ങി. ദിസ് ഹാപ്പൻ. അപ്പം അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും നിൽക്കത്തില്ല. ഇഫ് യു ഹാവ് എ ഗേൾ, നിങ്ങളെന്താന്ന് അറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കണം. അല്ലാതെ ഫേക്കായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മാസ്കിൽ നിൽക്കുന്ന ഒരു ബന്ധങ്ങളും നിലനിൽക്കത്തില്ല. പീരീഡ്. അപ്പോൾ അവന് ഞാൻ കൊടുത്ത കുറച്ച് അഡ്വൈസ് പറഞ്ഞാൽ ചോദിക്കുക, അല്ലയാ നീ ഭയങ്കര മെച്ചുവേർഡ് ആയിപ്പോലെ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കാര്യമാണ് പറഞ്ഞത്, നീ ചുമ്മാ മോങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നാളെ അവക്ക് നിന്നെ ഇല്ലെങ്കിൽ അവളുടെ ഇല്ല, ഞാൻ പറഞ്ഞു അവക്ക് നീ അല്ലേ വേറെ ഓപ്ഷൻ അവളുടെ വീട്ടുകാർ ഒപ്പിച്ചു കൊടുക്കും. അവള് തന്നെ ഒപ്പിക്കും. എന്തിനാ അവൾ തന്നെ ഒപ്പിക്കില്ല, അവളുടെ വീട്ടുകാർ ഒപ്പിച്ചു കൊടുക്കും. ഓക്കെ, കാരണം അവൻ്റെ അച്ഛനും അമ്മയായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പം അവരത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് നീ അതിൽ ഫോക്കസ് ചെയ്യും, മറ്റേത് വരും പോവും, ആ ഒരു സൈഡിൽ കൂടെ പോവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫോക്കസ് ഓൺ മേക്കിംഗ് മണി, വേറെ ഒന്നുമല്ല. ഫോക്കസ് ഓൺ മേക്കിംഗ് മണി, ഗെറ്റ് യുവർ ഫിസിക് റൈറ്റ്. ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ ബോഡി, ഫോക്കസ് ഓൺ മേക്കിംഗ് മണി. ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ വന്ന് ചേർന്നിടും. ഓക്കെ, അതൊക്കെ കളിച്ചു വരണ്ടേ മക്കളെ. മടിയന്മാരായിട്ട് വളർന്നിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അതെ, ഇറങ്ങി കളിക്കണ്ടേ. ഗോൾ അടിച്ചു കയറുന്നുണ്ട്. ഞാൻ ബോച്ചയാവും മിക്കാറും. അവനത് മാർക്കറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ആക്കും. അത് ആക്കും. അപ്പൊ നിബ്രോസിന് 2 വാക്ക് പറയാൻ ഞാൻ ഒരു അവസരം തരാം. നിബ്രോസ് ഒന്നും പറഞ്ഞിട്ടില്ലോ. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം വീട്ടുകാർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഇത് തന്നെയാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞത്. ആദ്യം വന്നപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി, ഒരു സർട്ടിഫിക്കറ്റ്, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ മോൻ ഇത് പഠിക്കുന്നു നിനക്കിപ്പോ പറയാലോ വൈ ഡിഗ്രി എന്ന് പറയുന്നു. അപ്പം ഏത് ഡിഗ്രിയാ മോൻ എടുക്കുന്നത്? വൈ ഡിഗ്രി. ഞാൻ ആദ്യം നോക്കിയ ഫ്രണ്ട്സിന് പറഞ്ഞ കോളേജിന്റെ കാര്യങ്ങളൊക്കെ അത് വലിയ ഡിഗ്രിയാണോ? കോഴ്സിന് റേറ്റുമായിട്ട് ഒരു ലിസ്റ്റ് കിട്ടുമല്ലോ, ഏതൊക്കെ കോഴ്സിന് റേറ്റുമായിട്ട്. അപ്പം ഞാൻ ബയോസയൻസ് BSc കോഴ്സുകളാണ് ഞാൻ നോക്കി. ആദ്യം നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പറയാൻ, അതായത് ആർക്കെങ്കിലും പറയുമ്പോൾ രസമുള്ളൊരു പേര്, അതായത് ഇപ്പം ഫോറൻസിക് സയൻസ്, ഇപ്പം സർജൻ, അങ്ങനെ പറയുമ്പോൾ ഒരു എടുപ്പില്ലേ. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ള പേര് അങ്ങനെ ഫോറൻസിക് സയൻസ് തപ്പി. രണ്ടാമത് തപ്പുന്ന റേറ്റ് ആയിരിക്കും. ഈ പേരും കുമ്മ് കാണണം, റേറ്റും കുറവായിരിക്കണം. അങ്ങനെ ഒരു ഡിഗ്രി കേൾക്കാൻ ആർക്കെങ്കിലും പറയുമ്പോൾ ഒരു ഡിഗ്രി, അങ്ങനെ ഒരു സംഭവം തപ്പി ഞാൻ ഫോറൻസിക് സയൻസ് എടുത്ത് അവിടെ അഡ്മിഷനും എടുത്തതാണ്. ഈ കഥ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ്
ഞാൻ ആ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടാണ് നേരെ വന്ന് വൈഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്തത്. അപ്പം ഉറക്കെ പറയത് അപ്പൊ എന്തോ ഫോറൻസിക് ക്യാൻസൽ ചെയ്തിട്ടാണ് വൈഡിഗ്രി, ഉറക്കപ്പറ. ഫോറൻസിക് ക്യാൻസൽ ചെയ്തിട്ടാണ് വൈഡിഗ്രിയിലോട്ട് കയറിയത്. അപ്പം എനിക്കെന്തോ ഡിഗ്രി ഉണ്ടെന്നും എനിക്ക് പഠിക്കാൻ വയ്യ, അത്ര തന്നെ. അതാണ് സത്യം. ഞാൻ അതിനുശേഷം വൈഡിഗ്രി കയറി നേരെ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങി. ഞാൻ ക്രിപ്റ്റോ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിബ്രാസ് തുടങ്ങിയ സമയത്ത് ഈ ട്രേഡിങ് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ? ലൈക്ക് ഫ്രണ്ട്സോ? എൻ്റെ മമ്മിയും ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ തികച്ചും ഇതിനെതിരായിരുന്നു. കാരണം ഫ്രണ്ട്സ് എൻ്റെ കൂടെയുള്ളവരൊക്കെ മൊത്തം ഡിഗ്രിക്കും കാര്യങ്ങൾക്കും ഒക്കെ കയറിയായിരുന്നു. അപ്പം ഫ്രണ്ട്സായിട്ട് അങ്ങനെ ട്രേഡിങ്ങിന് സപ്പോർട്ട് ചെയ്ത ആരും അങ്ങനെ നിന്ന് കണ്ടിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാനേ കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? ഇപ്പോഴും അവരൊക്കെ കോളേജിൽ പഠിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യാതിരുന്ന കുറെ പേരുണ്ട്. ഫ്രണ്ട്സ് പറയും ഇതുപോലെ ഇത് ശരിയല്ല, അത് കേട്ടിട്ട് മൂഞ്ചി അവരുടെ കൂടെ തന്നെ മൂഞ്ചിയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കെയർ യൂസിങ് ദാറ്റ് വേർഡ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ദേ ഒരു എക്സാമ്പിൾ, 2 വാക്ക് അങ്ങനെയുള്ളവരോടൊന്ന് പറഞ്ഞേ. ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് ചെയ്യാതിരുന്നിട്ട് അവരുടെ കൂടെ തന്നെ ഇല്ല, എനിക്ക് ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കോളേജിൽ കയറിയ സമയത്തായാലും അളിയ ഈ ട്രേഡിംഗ് ഒക്കെ ചുമ്മാ ഉടായിപ്പല്ലേ. ഞാൻ ട്രേഡിംഗ് മാത്രമല്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. അപ്പം ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ. അപ്പം അതിനകത്ത് ആക്ച്വലി അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് മെയിൻ കൊടുക്കുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം വേറെ ആളുടെ കയ്യിൽ നിന്ന് ആദ്യമേ 2 ലക്ഷം രൂപ 1 ലക്ഷം കൊണ്ട് മേടിച്ചിട്ട് 1.5 കൊണ്ടുവരും. അതിനകത്തൊരു ഇതാണ്, 1 ലക്ഷം രൂപ മേടിച്ചിട്ട് 1.5 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിച്ച് 15 ലക്ഷം രൂപ ഇരട്ടിയാക്കി തരാം, ക്രിപ്റ്റോയിലിട്ട് ആ സമയത്ത് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് ലിറ്ററലി ആളെ പറ്റിച്ചാണ്. ഈയുടെ തൊപ്പിക്ക് വേണ്ടിയിട്ടില്ലോ, തൊപ്പി വന്നിട്ട് ഞാനൊരു വീഡിയോക്കകത്ത് കണ്ട, തൊപ്പി വന്നിട്ട് വലിയ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ക്രിപ്റ്റോയിൽ ഇത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ചേട്ടാ കുറിച്ചിട്ട് എടാ നമുക്ക് കോൾ വന്നു, നമ്മുടെ ഒരു പയ്യന് കോൾ വന്നായിരുന്നു. കാരണം ഒരു വിചാരം എന്ന് പറയുന്നത് റിച്ച് കിക്ക് സ്കീം എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് the right way. By degree. അതാണ് നമ്മുടെ ടാഗ് ലൈൻ. റൈറ്റ് വേ, അതാണ് മെയിൻ തിങ്. റൈറ്റ് വേ അത് ആൾക്കാർക്ക് അറിയില്ല. ബേസിക്കലി ഞാനല്ല, നിങ്ങളാണ് പറയണ്ടത്. വാട്ട്സ് യുവർ മെസ്സേജ് ടു ദ യങ്സ്റ്റേഴ്സ് ഔട്ട് ദെയർ? ചിലവർ ഇപ്പോഴും ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ഗാംബ്ലിംഗ് പരിപാടി, കളർ പ്രഡിക്ഷൻ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോഴും ട്രേഡിംഗ്. കുറെ പേര് ഇപ്പോഴും തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ ഗാംബ്ലിംഗ് പരിപാടി, ആ ഒരു ഇതില് പോലെ. പക്ഷെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും എനിക്ക് വീട്ടിലുള്ളവർക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എന്താ പഠിക്കുന്നത്, ഇതൊന്നും ഇപ്പോഴും. കാരണം അവരുടെ പേരിൽ ഈ സംഭവം ഒന്നുമില്ല. കാരണം ഒരിക്കലും ഇത് അറിയില്ല. അവരുടെ ഒരു മെത്തേഡ് എന്നെ പലവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ഫാമിലിയിൽ അവരെങ്ങനെ വന്നത് അതേപോലെ തന്നെ അവരുടെ ഈ പിള്ളേർക്കും അതേ ഒരു പ്രോട്ടീൻ തന്നെ വീണ്ടും വീണ്ടും കൊടുക്കണം. പക്ഷെ അവരതിന് ഈ ചേഞ്ച് ആവുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇവരതിന് വേണ്ടിയുള്ള വീണ്ടും പ്രഷർ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അമ്മമാര് എപ്പോഴും സ്നേഹത്തിന്റെ പുറത്താണ്. ആ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടാവും. ലിറ്ററലി സംതിങ് ഹാപ്പൻഡ് റീസെന്റ്. അപ്പം ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയം അല്ലാത്ത സമയത്ത് നമ്മളിലേക്കൊക്കെ ഷീ ഡോണ്ട് കെയർ എന്നുള്ളൊരു സംഭവം. നമ്മുടെ വിചാരം നമ്മൾ റിബലാണല്ലോ. സത്യം പറഞ്ഞ ഇവരുടെ സംഭവം ഇതിലെ സ്ട്രെസ്, ടെൻഷൻ, തകള്. ഇപ്പം ഞാനൊന്ന് ടെൻഷൻ അടിക്കും അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് ഇതിന്റെ എല്ലാ കാര്യം ഉണ്ടോ, ബിസിനസ് ഒക്കെ വേണ്ട നന്നായി പറയുന്നത് പറഞ്ഞാൽ ഷീ ഈസ് നോട്ട് പുള്ളിങ് മീ ഡൗൺ. എന്നുവെച്ചാൽ ഒരു അമ്മയായിട്ട് നിന്നിട്ട് ഓക്കെ മോൻ ഇത്രയും ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ടൊക്കെ കാണണം, അവൻ ജോലിക്ക് പോയിരുന്നേ ഇതൊന്നും ഇല്ലല്ലോ. ജോലിക്ക് പോയ അമ്മ, ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു മോനെ അല്ലായിരുന്നു വേണ്ടത്, മറ്റേ ലിറ്ററലി മാറിപ്പോയി. എന്നിട്ട് പറയാ മര്യാദയ്ക്കല്ല ജോലിക്കും പോയി ഒരു പെണ്ണും കെട്ടി ഇവിടെ പിള്ളേരുമായിട്ട് ജീവിക്കുന്ന അടങ്ങിയൊതുങ്ങി ജീവിക്കുന്ന ഒരുത്തം മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈയിടെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈയിടെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ബോഡി ബിൽഡിംഗ് തുടങ്ങാൻ പോവാണ്. ഈയിടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അപ്പോഴും റിബല. എന്നിട്ട് മറ്റേ അവിടെ നമ്മുടെ വരുന്ന ഒരു ചേച്ചിയുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് ആളുടെ മോനും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അപ്പം പറഞ്ഞൊരു സാധനം ഈ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ വെള്ളവും കുടിക്കത്തില്ല, ഇതൊന്നും ചോറും ഒന്നും കഴിക്കാതെ മുഖമൊക്കെ ഒട്ടി ഇങ്ങനെ ഇരിക്കും, നമുക്ക് തന്നെ കണ്ടാൽ വിഷമം വരും. ഈ ഒരു രീതിയിലാണ് അമ്മ പറയുന്നത്. കട്ടിങ് ഫേസ് എന്നവർക്ക് അറിയില്ലല്ലോ. അന്നത്തെ സമയത്ത് അമ്മ ഇതൊന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര ക്ഷീണിച്ചാലും നീ ക്ഷീണിച്ചെന്ന് പറയാത്ത ഒരേ ഒരാൾ എൻ്റെ അമ്മയാണ്. അപ്പോൾ കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് മെലിഞ്ഞ് എൻ്റെ 6-7 കിലോ പോയി. ഞാൻ എൻ്റെ ഡ്രസ്സ് പാൻസ് വരെ ലൂസായിട്ടാണ് ഞാൻ പോയത്. എല്ലാരും ചോദിക്കും എന്തോ പറ്റിയെന്ത്. എൻ്റെ അമ്മ മാത്രം നിനക്ക് എവിടെ ക്ഷീണം സംഭവം ചുമ്മാന്ന്. അപ്പൊ ഞാൻ നിങ്ങളൊരു നിങ്ങളൊരു അമ്മയാണോ തള്ള ആ അവസ്ഥയായത്. എന്നിട്ട് അപ്പം അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് ആ ചെറിയ കാര്യങ്ങൾ പോലെ. പക്ഷെ നമ്മളോട് പറയുന്ന വേറെ രീതിയായിരിക്കും. അപ്പൊ എല്ലാ അമ്മമാരും മക്കള്
സ്ട്രഗിൾ ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്, അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരരുത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. പക്ഷേ ദ റിയാലിറ്റി ബീങ്, ശരിക്കുമുള്ള സ്ട്രഗിളും ശരിക്കുമുള്ള മറ്റേ ഇതേട്ട ജീവിതവും ഈ പറഞ്ഞ പോലെ ഒരു അടിമപ്പണി ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ഒരു തൊഴിൽ ചെയ്ത് വെറുതെ ശമ്പളം മേടിച്ച് ജീവിക്കുന്നതാണെന്നുള്ളത് അവർക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല കാര്യം, അത് ദേ ഹാവിങ് എ ഹാപ്പി ലൈഫ്, നോ ടെൻഷൻ, നോ സ്ട്രെസ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് മണി, ഒന്നുമില്ല. ഉദ്ദേശത്ര സാലറി ചിലർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവർക്കുള്ള ഒരു മതി, ഉള്ള ശമ്പളം മതി, ഉള്ള വണ്ടി മതി. പക്ഷെ അവർക്ക് ഒരു ഫിനാൻഷ്യലായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എക്സാക്ട്ലി ദാറ്റ്സ് ദ പോയിന്റ്. ഇതിനെപ്പറ്റി അവർ ചിന്തിക്കത്തില്ല. മിഡിൽ ക്ലാസ്സിന് അറിയത്തില്ലല്ലോ. ഇതിൽ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഒരു വീക്കെൻഡിൽ നാട്ടിൽ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. ആക്ച്വലി ഒരു കുഞ്ഞു കൈക്കുഞ്ഞാണ്. അപ്പം ആളെയും കൊണ്ട് എന്നുവെച്ചാൽ ഒരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. ആ സമയത്ത് അറിയാലോ ഇത്രയും റഷാണ്. അപ്പം ഇവിടുന്ന് ട്രിവാൻഡ്രം പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ടൈമിൽ ആൾ കൈക്കുഞ്ഞിനെയും കൊണ്ട് ലിറ്ററലി ആ ഡോറിൻ്റെ സൈഡിൽ ആൾക്കാർ തിങ്ങി നിൽക്കുക. അപ്പം അത്രയും തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിനെ അതിൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് കുഞ്ഞിനെ ആവി എടുത്തിട്ട് കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക, അത്രയും സഫോക്കേറ്റ് ചെയ്യുക. അപ്പം അത് എറണാകുളത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തൃപ്പൂണിത്തുറ എടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു ആൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോകാനാണെന്നാണ്. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രം പോകാനാണ്. അപ്പം ട്രിവാൻഡ്രം വരെ പോകാൻ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ആളെ ട്രെയിനിൽ കയറണം എന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പോകാനുള്ളൊരു ഇതില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലീപ്പറോ ഒരു AC ബുക്ക് ചെയ്യാനുള്ള ഇതില്ല. ബേസിക്കലി ദാറ്റ്സ് ദ തിങ്. അപ്പം ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ കെട്ടിയാൽ അങ്ങനെ ജീവിക്കേണ്ടി വരും. കൊച്ചിനൊരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ റെസ്പോൺസിബിൾ ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ പണ്ട് പറയുന്നത് വളർത്താൻ പറ്റത്തില്ല, ഉണ്ടാക്കാൻ പോകരുത്. ദാറ്റ്സ് ദ തിങ്. ഫൈനാൻഷ്യലി ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ, ഉണ്ടാക്കാൻ പോകരുത്, കെട്ടാനും പോകരുത്. ഇപ്പം ഏറ്റവും വലിയ കാര്യമുണ്ട്, ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് പിള്ളേരാവുക. ലൈക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കുറേ ആൾക്കാർക്ക് ഉണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരു സെൽഫ് ഒരു ചിന്തിക്കുക. ഈ ചെറിയ പ്രായത്തിലേക്ക് കെട്ടി കൊച്ചായില്ല എങ്ങനെ നീ ഉണ്ടാകുന്ന കൊച്ചിനെ നല്ലതായിട്ട് നോക്കണമെന്ന് ആരും ചിന്തിക്കത്തില്ല. അല്ലെ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കത്തില്ല. ബേസിക്കലി ഓക്കെ കെട്ടിക്കൊണ്ട് വന്നു അപ്പം അവൻ കാശൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അവൻ ചിലപ്പോൾ കൂടി പോയൊരു 3-6 കൊണ്ടുപോയിരിക്കും. പക്ഷെ ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നെ കെട്ടുന്ന ഒരുത്തൻ നേരെ കൊണ്ടുവന്ന് മാലദ്വീപ്സിലായിരിക്കും. ഗെയിം ഓവർ. ഷീ വിൽ സേ ദാറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ 28 വരുന്നത്, കൊച്ചിന് സ്വർണ്ണം മേടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി അല്ല അവൻ ആ പരിപാടി നടത്തിയത്, അവൻ്റെ അമ്മയച്ഛൻ കൊടുത്തു, അത് മേടിച്ചിട്ടാണെങ്കിൽ ഇതും അവളെ ജീവിതകാലം മൊത്തം പറയും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞു, അളിയ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ കടം മേടിച്ചിട്ടാണല്ലോ നടത്തിക്കോ, ജീവിതകാലം മൊത്തം നീ കേൾക്കേണ്ടി വരും. കേൾക്കുന്നുണ്ട് കേട്ടു തുടങ്ങി. അപ്പം ഇതെല്ലാം അപ്പം എല്ലാത്തിനും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ യുവർ ഫൈനാൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് മാരീഡ്, അല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെയും കൂടെ ജീവിതം ഇല്ല. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഒരു സാധനം ഫ്രീഡം ആയിട്ട് നാളത്തേക്ക് എന്നുള്ള സംഭവം, ഇപ്പം ഞാൻ ഇത് സ്പെൻഡ് ചെയ്താൽ നാളെ ഞാൻ ഇത് എന്ത് ചെയ്യും എന്നുള്ള സംഭവം ചിന്തിക്കാതെ ചെയ്യുന്നതാണ് ആക്ച്വലി അവരെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പം അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും എത്താൻ വേണ്ടി ആൾക്കാർ വർക്ക് ചെയ്യണം. അതിപ്പം ഇപ്പോൾ ബ്രോക്കായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വർഷങ്ങൾ നമ്മൾ ബ്രോക്കായിട്ട് എടുക്കാം. ബട്ട് ഇഫ് യു ആർ വർക്കിംഗ് ഫോർ വാട്ട് യു വാണ്ട്, നിങ്ങൾ ബ്രോക്കായിട്ട് നിൽക്കുന്നയോ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രോക്കായിട്ട്, കാരണം നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിക്കാം, ഫ്രണ്ട്സ് നിങ്ങളെ കളഞ്ഞിട്ട് പോകാം. ഡൗൺഫോൾ ഡീൽ ചെയ്യാൻ പറഞ്ഞു. ഡൗൺഫോൾ വരുമ്പോഴായിരിക്കണം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ദാറ്റ്സ് ദ തിങ്. മറ്റേ പണിയെടുക്കട്ടെ, കാശ് ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നിനെ പറ്റി ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇൻ ദ പ്രോസസ് നിങ്ങൾ ആ സമയത്ത് ബ്രോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ആൾക്കാരും അപ്പം ഈ പറഞ്ഞ ഒരു 10,000 രൂപ അവരുടെ വീട്ടിൽ കൊടുക്കുന്നുണ്ടാവും, 20,000 രൂപ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ വീട് വെക്കുമായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു കാർ എടുക്കുമായിരിക്കും. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ബി അറ്റ് യുവർ ലോവസ്റ്റ്, ബട്ട് യു വിൽ ബി സ്റ്റിൽ വർക്കിംഗ് ഫോർ യുവർ ഡ്രീം. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾ ഡൗൺ ആയത് ഇഫ് യു ആർ വർക്കിംഗ് ഫോർ യുവർ ഡ്രീംസ്. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ കാലിൻ്റെ വെല്ല് തൊട്ട് മറ്റേ എന്താ ഡയലോഗ്, എന്താ എൻ്റെ വെല്ല് തൊട്ട് നെറ്റ് വരെയുള്ളത് എന്തോ വേണമെങ്കിലും മേടിച്ചു, അത്രയും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആ ലെവലിലോട്ട് നിങ്ങൾ എത്താൻ പറ്റണം. സോ ദാറ്റ്സ് എ മെയിൻ അഡ്വൈസ്. സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ ഇൻസ്റ്റിങ്സ്, ബിലീവ് യുവർ ഡൗൺഫോൾസ്, ബിലീവ് യുവർ സ്ട്രഗിൾസ്, ട്രസ്റ്റ് യുവർ സ്ട്രഗിൾസ്, ട്രസ്റ്റ് ദ പ്രോസസ്, ബിലീവ് ഇൻ യുവർ സ്ട്രഗിൾസ്. മാക്സിമം പണി മേടിക്കുക, കിട്ടാവുന്നിടത്തോളം പണി മേടിക്കുക, മേടിച്ചുകൊണ്ടിരിക്കുക. ആവണം. അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ്. നമ്മൾ ഓരോ പണി വരുമ്പോഴേക്കും അടുത്ത വലുത്, അടുത്ത ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. That's the thing. That's the place where you want to be.
പക്ഷെ നമ്മ ഇപ്പൊ റിസ്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലിയിൽ നമ്മൾ ചെറിയൊരു റിസ്ക് ആയിരിക്കും. ആ റിസ്ക് എടുത്ത് നമ്മിപ്പോ ഡൗൺ ആയി ഫെയിലായി, ആ റിസ്ക് എടുത്ത് നമ്മൾ ഫെയിലായി പോയി, അപ്പൊ തന്നെ ഫാമിലി എന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും. എവർ ട്രൈഡ് എവർ ഫെയിൽഡ്. ബട്ട് ആ ചിലവര് ഇഗ്നോർ ചെയ്യണം. നീ ബേസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് ഉണ്ടാക്കാനല്ല. നമ്മുടെ ഇപ്പം നിന്റെ ഫാമിലി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതാണ് നിന്റെ ഫ്യൂവൽ. ആണോ ഇല്ലയോ? അവരെ ഒരു നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നീ ചിന്തിക്കുന്ന കാര്യം. നീ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നീ ഓരോ കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവർ ഡിമോട്ടിവേറ്റ് ചെയ്ത് ഇഗ്നോർ ചെയ്യുക. കാരണം നീ നിന്നോട് തന്നെ പറയേണ്ട കാര്യം, ഓക്കെ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് അവർക്ക് നല്ലതേ വരുള്ളൂ. അപ്പം അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ നാളെ ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അന്നത് മനസ്സിലായിക്കോളും. ഇപ്പം ഐ വിൽ ടേക്ക് ദ ബ്ലെയിം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, വേറെ ഒന്നുമില്ല. പക്ഷേ ആ സമയത്ത് നീ അതുപോലെ പണിയെടുത്തോണം, പട്ടിയെ പോലെ പണിയെടുക്കണം. മറ്റേ അനീഷ്മനൊക്കെ പറഞ്ഞത് പട്ടിയെ പോലെ പണിയെടുക്കണം, രാജാവിനെ പോലെ ജീവിക്കണം ഈ സാധനം. അതിലിപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പം അവർക്ക് എൻ്റെ പറയുന്ന വർക്ക് വരുന്ന സമയത്ത് ആ ഒരു സാധനത്ത് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. കാരണം അവർക്ക് എൻ്റെ റിയൽ സൈഡ് അറിയില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ വർക്കിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് എക്സിക്യൂഷൻ പറ്റത്തില്ല. അവരുടെ മോട്ടിവേഷൻ റീല് കാണുന്നതിലാണ് അവർക്ക്. ആ സമയത്ത് അവർ ഡൗൺ ആയിപ്പോകും. റീല് കാണാനേ മോട്ടിവേഷൻ ഉള്ളൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക്, എക്സിക്യൂഷൻ ചെയ്യുന്നവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. റീല് കണ്ട് മോട്ടിവേഷൻ കാണുന്നത് മറ്റേ KGF പാട്ട് എടുക്കുന്ന ഈ സാധനം. പക്ഷേ അതല്ലാത്ത ഒരു പ്ലെയറിൻ്റെ അടുത്ത് പോയി അടിക്കാൻ പറ്റത്തില്ല. മറ്റേ ആ ഗെയിം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആരാധന കാണിക്കുന്നുണ്ട്. കുറേ ചിലർക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ചിലർക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ ബാക്കിയുള്ളവൻ പറഞ്ഞത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല സാധനം ചെയ്യും. ഇപ്പം പല ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കും, മറ്റേ ഓരോന്ന് വരുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കുമ്പോഴത്തേക്കും യു ഡോണ്ട് നോ മീ സൺ. കാരണം കഷ്ടപ്പെട്ട ഇവിടെ എത്തിയത്, മറ്റൊറ്റയ്ക്ക് വഴി വെട്ടി വന്നത്, നല്ലതും ചീത്തയും എല്ലാം. അടിക്കത്തില്ല, നേരെ ഒന്നും അടിക്കത്തില്ല. ഇതാണ് കോൺഫിഡൻസ്. അടിക്കത്തില്ല. ഇഫ് യു വാച്ചിങ് ദ ഷോ അടിക്കത്തില്ല, അത്രേ ഉള്ളൂ. ആ മൈൻഡ് സെറ്റിൽ ഇറ്റ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അഫക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ചെറിയ ചെറിയ പുഴുക്കളെ തട്ടിക്കളയാണ്. നമ്മൾ ഒരു യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ നേരെ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ താരത്തുള്ളവരായിട്ട് യുദ്ധം ചെയ്തിട്ട് പ്രത്യേകിച്ച് നമുക്ക് കിട്ടാണ്ട് വി ഡോണ്ട് ഗ്രോ, വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്, ഇഗ്നോർ ചെയ്യുക. അപ്പം മനസ്സിലായല്ലോ, ദ മൈൻഡ് ഗെയിം. ഇങ്ങനെ കുറച്ച് പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കാരും കിട്ടിയ സംബന്ധിച്ച് നമ്മളിപ്പോഴും നമ്മളെക്കാൾ മേളിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും നോക്കുക. കാരണം താഴെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ചില ആൾക്കാർ പറയും എൻ്റെ ബാക്കിൽ എന്നെക്കാളും ഡൗൺ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരു സമാധാനം. പക്ഷേ നിന്റെ മേളിൽ ഒരുപാട് ആൾക്കാർ മുമ്പ് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ചിന്തിക്കുമ്പോഴത്തേക്കും ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ആയിരുന്നു, താഴെ നിൽക്കുന്നതിനോടാണ്. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം. കാരണം ഇന്നലെ ഞാൻ അവിടെ നിന്നു, ഇന്ന് അവിടെ നിൽക്കുന്നു, നാളെ ഞാൻ ഇവിടെ എത്തണം എന്ന സംഭവം. ഈ ഒരു സാധനം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റണം, റിയലൈസ് ചെയ്യാൻ പറ്റണം. കാരണം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റാറ്റ് റേസിൽ കോട്ടപ്പായി പോകും. കാരണം ഓക്കെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്നു, ഈ വർഷം ഞാൻ എത്തി, ഓക്കെ ഐ എം സംവെയർ, റിഫ്ലക്ട് സംവെയർ. അല്ല, ഇപ്പൊ ഈ സ്റ്റുഡൻസിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് ഒരു 2 ദിവസം വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ അവർ പോവാ, അവരതിനകത്ത് മാറുക. അവർക്ക് ചെയ്യാൻ പിന്നെ മോട്ടിവേഷൻ ഇല്ല, റീൽസ് ഇല്ല, ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, മോട്ടിവേറ്റേഴ്സ് പറ്റിയ സാധനമില്ല. ഓക്കെ, ട്രെയിനിങ്ങിന്റെ കേസ് എടുക്കുവാണെങ്കിൽ തന്നെ കാരണം അവർക്ക് ഡ്രീംസ് ലൈക്ക് ബിസിനസ് തുടങ്ങണം, ലക്ഷറി കാർ മേടിക്കണം, മറ്റേ ഡ്രീം ലൈഫ് ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞേ 2 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഇവർക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് റിസൾട്ട് വേണം. ലൈക്ക് മെയിൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. ഇവർ ഈ മോട്ടിവേഷൻ കൊണ്ട് വരുന്നത്, അവർ വർക്ക് ചെയ്യുന്നു, 2 ദിവസം അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ലേ, ചൂടായിപ്പ്. ഇത് പറ്റുന്ന കേസല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഈ ഒരു സാധനം ഉണ്ട്. പക്ഷേ വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാർ അപ്പുറത്ത് നിൽപ്പുണ്ട്, അവർ കാണത്തില്ല. കാരണം അവർ മറ്റൊരു സംഭവമല്ലോ, മറ്റേ വർക്ക് ലിറ്റിൽ പ്രോഗ്രസ്, ആ ഒരു സാധനം കഴിയുമ്പോൾ ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോഴാണ് ബും എന്ന് പറഞ്ഞൊരു സക്സസ് വരുന്നത്. അതെല്ലാവരും കാണുന്നത് മറ്റേ ഓവർനൈറ്റ് സക്സസ് ആയിട്ടാണ്. അപ്പം അതിലാണ് കൂടുതൽ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് എത്രത്തോളം വർക്ക് ഉണ്ടെന്നുള്ളത് അവരറിയുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമ്മളെ +2 കോളേജ് സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാർ നമ്മളിപ്പം എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പം റീൽസ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, റിയലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ചെറിയ ഏജിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ +2 കോളേജ് സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ ചെയ്ത് മടുത്തു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സക്സസ്ഫുൾ എത്തണം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം നമ്മുടെ വൈ ഡിഗ്രി ഇൻസൈഡ് വൈ ഡിഗ്രി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക.
സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടു, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്റ്റുഡൻസിന് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ ആസ് സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്, എന്തിനെപ്പറ്റി കൂടുതൽ കോണ്ടന്റ് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ലെറ്റ് us know in the comments. പിന്നെ എന്താണ്, വൈ ഡിഗ്രി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു പാഷനുണ്ട്, നിങ്ങൾക്ക് ഒരു ഡ്രീമുണ്ട്, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ളൊരു വർക്ക് എത്തിക്ക്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് പില്ലും ഇല്ല. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്നതേ ഇത്രയും ആൾക്കാരുടെ ഉറപ്പ് നിങ്ങൾക്കുണ്ട്. സോ ഇഫ് യു ക്യാൻ വർക്ക് ഹാർഡ് ഫോർ യുവർ ഡ്രീംസ്, ഗെറ്റ് ഓൺ ബോർഡ്. I'll see you inside. We'll see you inside. Okay, bye. We'll see you in another video. Do subscribe and yeah.